ഹിജാമ എന്ന് പറയുന്നത് അറബി ചികിത്സയുടെ കീഴിൽ വരുന്ന യുനാനിയുടെ കീഴിലാണ് വരുന്നത്. എന്താണ് ഹിജാമയുടെ അർത്ഥം അറിയോ? ഹിജാമ ഹജമ, ഹിജാമ ഹജമയുടെ അർത്ഥം എന്താണ് അറിയോ? അറബി ടീച്ചർമാരൊക്കെ ഉണ്ടോ? പഠിച്ചാൽ വലിച്ചെടുക്കുക എന്നാണ് സംഭവം. രോഗങ്ങളെയും വേസ്റ്റുകളെയും പ്രശ്നങ്ങളെയും പ്രയാസങ്ങളെയൊക്കെ വലിച്ചെടുത്ത് പുറത്തു കളയുന്ന സിസ്റ്റമാണ് നമ്മൾ ഇതിലൂടെ ഉദ്ദേശിക്കുന്നത്. ഇതിന്റെ പഴക്കം എന്ന് പറയുന്നത് ഒരുപാട് പഴക്കമുണ്ട്. ഇബ്രാഹിമിന്റെ കാലം മുതൽ എല്ലാവർക്കും വേണ്ടപ്പെട്ടവരാണ് ഇബ്രാഹിമിലെ. ബ്രാഹ്മണനും ഇബ്രാഹിമും ഒക്കെ എല്ലാവർക്കും കണക്ഷനാണല്ലോ. അപ്പൊ അതിനൊക്കെ മുൻപേ തന്നെ ഈ ചരിത്രത്തില് അതിൻ്റെതായ കൃത്യമായ രേഖയില്ലാത്ത കാലത്തും ഈ സിസ്റ്റം ഉപയോഗിച്ചിരുന്നു. അത് അക്യൂപഞ്ചർ ഉപയോഗിച്ചിരുന്നുണ്ടോ? മനുഷ്യകാലം മുതൽ ഈ അക്യൂപഞ്ചർ ഉപയോഗിച്ചിരുന്നു. പിന്നെ ചൈന ഇറങ്ങുന്ന സൂചി ഇറക്കിയത് എപ്പോഴാണെന്നുള്ള ചർച്ചയുള്ളൂ. മുന്നേയും പല രൂപത്തില് പിന്നെ അക്യൂപഞ്ചർ നടന്നിരുന്നു. നമ്മൾ ആവശ്യത്തിലേക്കല്ല. പ്രവാസിലാസം പറഞ്ഞു നമുക്ക് മരുന്നില്ലാതെ നാഥൻ എന്ത് ചെയ്തിട്ടില്ല, രോഗം ഇറക്കിയിട്ടില്ല. നമുക്ക് ആത്മവിശ്വാസത്തോടെ ഞാൻ നേരിടാം. പിന്നെ രോഗം എന്താണെന്നൊക്കെ സാധനങ്ങൾ പറഞ്ഞു. അത് ഒരു കൺസെപ്റ്റാണ്. അതായത് നമ്മൾ നാടൻ ശൈലിയിൽ പറയുമ്പോൾ ഓരോ രോഗത്തിനും കൃത്യമായിട്ട് അതിന്റെ പ്രതിവിധികളുണ്ട്. അതുകൊണ്ട് ഉള്ളതിന് മാത്രമേ രോഗങ്ങൾ ഉള്ളൂ. പക്ഷെ കണ്ടെത്തുന്നതിലാണ് നമ്മളിപ്പോ പറയുന്നത് എന്താണ്, എയ്ഡ്സിന് എന്തില്ല, മരുന്നില്ല. അതറിയില്ല, അലോപ്പതിയില്ല. അല്ല, പ്രവാസിലാസം ഒരു വൈദ്യനായിരുന്നു, ഒരു രാജാവായിരുന്നു, ഒരു പടനായകനായിരുന്നു, ഒരു സേവ എല്ലാമായിരുന്നു. അദ്ദേഹം കൃത്യമായിട്ട് കള്ളം പറയാത്ത നാവുകൊണ്ട് ചരിത്രത്തിന്റെ കാലഘട്ടം നമുക്കറിയാം. അറബിയൻ സംഘടന പഠിച്ചാൽ അദ്ദേഹം നുണ പറയാത്ത മനുഷ്യനായിരുന്നു. അദ്ദേഹത്തിന്റെ ഓമന പേര് തന്നെ സത്യസന്ധൻ എന്നായിരുന്നു. അല്ലമീൻ സാറിന്റെ പേരാണ്, അള്ളാഹു പഠിച്ചതിന്റെ. പിന്നെ പൂർണ്ണമായ സത്യസന്ധൻ എന്നാണ് അർത്ഥം. അസ്വാദി, വിശ്വസ്തൻ. അവസാന സമയത്ത് ശത്രുക്കളുമായിട്ടുള്ള പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാൽ വിശ്വാസത്തിന്റെ ഭാഗമായിട്ട് ശത്രുത പ്രഖ്യാപിക്കുമ്പോൾ പോലും, സ്വന്തം കുടുംബക്കാരിൽ നിന്ന് പോലും ശത്രുത പ്രഖ്യാപിക്കുമ്പോഴും അദ്ദേഹത്തിന്റെ കയ്യിൽ എന്തുണ്ടായിരുന്നു, ഇവരുടെയൊക്കെ വിശ്വാസ സാധനങ്ങൾ ഉണ്ടായിരുന്നു. അന്നേരം വിശ്വാസം ഏൽപ്പിക്കുന്ന അദ്ദേഹം തന്നെയായിരുന്നു. ആ നാളുകൊണ്ട് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് എല്ലാ അസുഖത്തിനും ഷിഫയുണ്ട്. അപ്പൊ അതിന് പഠിപ്പിച്ച ഏറ്റവും നല്ലൊരു സംഭാവന കൂടെയാണ് ഈ ഹിജാമ എന്ന് പറയുന്നത്. അതിനെ എന്ത് കിട്ടിയാലും ചൈന പിന്നെ ഉപയോഗപ്പെടുത്തും. നമുക്കെല്ലാം ഉപയോഗപ്പെടുത്താൻ വേണ്ടിയുള്ളൂ. ചൈനീസ് സിസ്റ്റം എന്ന് പറയുന്നത് നമ്മൾ ഇന്ത്യക്കാർ എന്തെങ്കിലും സാധനം കണ്ടുപിടിച്ചാലും പിറ്റേന്ന് എന്തിറങ്ങും, ചൈനീസ് വർഷം ഇറങ്ങത്തില്ല ഉടനെ തന്നെ. നമ്മൾ 2000 രൂപയായിട്ട് ഒരു സാധനം കേട്ടിട്ട് ചൈന 20 രൂപയായിട്ട് വരും. അതാണ് ചൈന. അപ്പൊ എന്ന് പറയുന്നത് തന്നെ അവരതിനെ കൂടുതൽ സിസ്റ്റമാറ്റിക് ആക്കി ലളിതമാക്കി ഉപയോഗിക്കുന്ന സാധനങ്ങളും കപ്പും സംഗതികളൊക്കെ. നമ്മൾ കാളക്കൊമ്പൊക്കെ പിടിച്ച് നിന്നപ്പോ, വലിയ കാളക്കൊമ്പൊക്കെ പിടിച്ച് കൊമ്പ് വെച്ച് നടത്തിയപ്പോ ഇവര് ചെറിയ കപ്പും ഒരു ഗണ്ണുമായിട്ട് വന്നു. ഇതെങ്ങനെ വലിച്ചു കളയും, വലിച്ചു വലിക്കണം, വായി ബ്ലഡ് വരുമെന്ന് ആലോചിച്ചപ്പോ ഇവർ ചെറിയ വാക്കും ഗണ്ണെടുത്തു. എന്ത് സിസ്റ്റമാറ്റിക് ആയി ചെയ്യുകയാണ്. അതുകൊണ്ട് ഇത് കപ്പിംഗ് തെറാപ്പിയായി. പിന്നെ ഇതിപ്പോ അവകാശവാദം എന്ന നിലയ്ക്ക് യുനാനിയുടെ കീഴിലേക്കാണ് ഹിജാമ നിലനിൽക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ഹിജാമിനെ കുറച്ച് ചികിത്സിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ യുനാനിക്കാർ കേസ് കൊടുത്താൽ സർജറിയുടെ കീഴിൽ വരുന്ന ബ്ലഡ് ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ മുറിവുണ്ടാക്കുന്ന ഒരു രോഗം നിലയ്ക്ക് നമ്മൾ ചിലപ്പം നിയമപരമായി നേരിടേണ്ടി വരും. അതുകൊണ്ട് നമ്മൾ എന്താണ് ചെയ്യുന്നത്, കപ്പിംഗ് തെറാപ്പിയാണ്, അക്യൂപഞ്ചറിന്റെ കപ്പിംഗ് തെറാപ്പിയാണ് ചെയ്യുന്നത്. ചികിത്സ മാത്രമല്ല, രോഗപ്രതിരോധ സംവിധാനം കൂടെയാണ് ഹിജാമ. കാരണം പ്രത്യേകിച്ച് ഇന്നത്തെ ജീവിതശൈലി കൊണ്ട് പണ്ടത് മാസത്തിലൊന്നും അല്ലെങ്കിൽ എപ്പോഴെങ്കിലും ചെയ്തുകൊണ്ടിരുന്ന സാധനം ഇന്ന് കുറച്ചുകൂടെ അധികം ചെയ്യേണ്ട ഒരു അവസ്ഥയിലാണ് ജീവിച്ചു പോകുന്നത്. കാരണം നമ്മളറിയാം, ഒരു അഴുക്കുള്ള സ്ഥലത്ത് നമ്മൾ ജീവിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, കുറച്ചുകൂടെ വൃത്തിയാക്കാൻ ധൃതി കാണിക്കും അല്ലേ? അല്ലെങ്കിൽ വൃത്തിയെടുത്ത് കയറുമ്പോൾ നമ്മൾ കഴുകി കയറും എന്ന് പറയുന്ന പോലെ നമ്മുടെ ജീവിത സ്റ്റൈലൊക്കെ ഇന്ന് കൂടുതൽ രോഗ അവസ്ഥയിലും അല്ലെങ്കിൽ മാലിന്യം ഉള്ളിലേക്ക് ചെല്ലുന്ന രീതിയിലും ഒക്കെയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. അപ്പൊ ശുദ്ധീകരണം അല്പം കൂടുതൽ ചെയ്യുന്നത് നല്ലത് ആണ്. അതിന് തന്നെ ഈ കപ്പിംഗ് തെറാപ്പി നമുക്ക് ഉപയോഗപ്പെടുത്താവുന്നതാണ്. കാരണം ഇത് കൂടുതൽ മാലിന്യം അടിയുന്ന എവിടെയായിരിക്കും, രക്തത്തിലായിരിക്കും അല്ലെ? മറ്റൊരു ശുദ്ധീകരണങ്ങളൊക്കെ ഓൾറെഡി നമ്മൾ സ്വാഭാവികവും അസ്വാഭാവിക ശുദ്ധീകരണത്തിലൂടെ പോകുമ്പോൾ രക്തത്തിലെ ശുദ്ധീകരണം പലപ്പോഴും നടക്കാതെ വരുന്നുണ്ട്. അല്ലെങ്കിൽ അത്തരത്തിലൊരു പിന്നെ ശക്തമായ ഒരു ഹീലിംഗ് സിസ്റ്റം ഒക്കെ വർക്ക് ചെയ്താൽ മാത്രമാണ് ശരീരം അതിനെ പ്രതിരോധിച്ചുകൊണ്ട് കവർ ചെയ്യുന്നത്. അപ്പൊ അത് കൊണ്ട് നമുക്ക് കുറച്ചുകൂടി എളുപ്പത്തിൽ സഹായിക്കാൻ പറ്റുന്ന സഹായകരമായ സിസ്റ്റമാണ് ഈ കപ്പിംഗ് തെറാപ്പി. നമ്മളൊരു വൈദ്യൻ എന്ന നിലയ്ക്ക് രോഗങ്ങൾ ഏറ്റെടുക്കുമ്പോൾ അല്ലെങ്കിൽ രോഗി വരുമ്പോൾ നമ്മളൊരു ഒരു നല്ല പോസിറ്റീവായ സംഗതിയിൽ കാണുക. ഒരു രോഗി വരുന്നു, പിന്നെ അല്ലെങ്കിൽ ഒരു മോശക്കാരൻ അല്ലെങ്കിൽ ചെയ്തതിനെ അനുഭവിക്കട്ടെ, ആ ഒരു മൈൻഡൊക്കെ ചിലപ്പോൾ നമുക്ക് രോഗിയെ കാണുമ്പോൾ തോന്നാൻ സാധ്യതയുണ്ട്, നെഗറ്റീവ് ആയിട്ടുള്ള ഒരു തോട്ട്. അതുണ്ടാവാൻ പാടില്ല. രോഗിയെ സന്ദർശിക്കുന്നതിന് പിന്നെ മതപരമായ വിശ്വാസത്തിൽ തന്നെ രോഗി സന്ദർശിക്കുന്നുണ്ട്. സുന്നത്താണ്, കൂലി കിട്ടും, അതിന് പരിചരിക്കുന്നതിന് കൂലിയുണ്ട് അല്ലെ? അപ്പൊ അത് ആ ഒരു അർത്ഥത്തിൽ കൂടെ നമ്മൾ ഒരു ചികിത്സ ഏറ്റെടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടി ഭംഗിയായിരിക്കും ചെയ്യാൻ.
എന്ത് ചെയ്താലും കുറഞ്ഞ അളവിൽ കൂടുതൽ അളവിൽ അറിവ് കൂടിയാലും കുറഞ്ഞാലും ഒക്കെ നമുക്ക് അയാളെ ട്രീറ്റ്മെന്റ് ചെയ്യുമ്പോൾ ഒരു സന്തോഷം ഉണ്ടാകുന്നത് ഒരു രോഗി നമ്മൾ തേടി വരികയാണ്. നമ്മൾ സാധാരണ അങ്ങോട്ട് പോയാലാണ് പ്രതിഫലം കിട്ടുന്നത്. ഇതിൽ അതിഥി നമ്മളെ തേടി വരുമ്പോൾ കുറച്ചുകൂടെ പോസിറ്റീവായിട്ട് നമുക്ക് അതിനെ ചിന്തിക്കാൻ പറ്റുന്ന സംഗതിയാണ് അല്ലേ. നമ്മളൊരു സമ്മാനം ഇങ്ങോട്ട് തേടി വരികയാണ്, നമ്മൾ പോയി സമ്മാനം നേടുന്നു, തമ്മിൽ വ്യത്യാസം ഉണ്ടല്ലോ. അപ്പൊ ഒരു അവസരം നമ്മളെ കൂടുതൽ ആൾക്കാർ നമ്മൾ തേടി വരുന്നത് പോസിറ്റീവായിട്ട് കണ്ടുകൊണ്ട് ചികിത്സിക്കുകയാണ്. ഇത് കൊമ്പ് കൊണ്ട് ചെയ്തിരുന്നു. പഴയ പുരാതന കാലത്തിന് സംവിധാനങ്ങൾ കുറവായതുകൊണ്ട് ഉള്ളിലുള്ള പുറത്തെടുത്ത് കളയാൻ വേണ്ടി ഉപയോഗിച്ചിരുന്ന സംവിധാനം എന്താണ്? കൊമ്പാണ്. കാളയുടെ കൊമ്പൊക്കെ ആണെങ്കിൽ അത് അടിഭാഗം കട്ട് ചെയ്തിട്ട് ലെവൽ ചെയ്തുകൊണ്ട് മേള് കൂർപ്പിച്ചിട്ട് മൈക്ക് വേണമെന്നില്ല, ആക്ഷനും രണ്ടും കൂടെ നടക്കാത്തതുകൊണ്ടാണ്. ഓക്കെ, പിന്നെ മോൾ ഭാഗം ശകലം കട്ട് ചെയ്തിട്ട് ഏകദേശം മനസ്സിലാകുന്നുണ്ട്. ഒരു കൊമ്പെടുക്കുന്നു, ആളെ കൊമ്പ് ആളെ കിടന്ന് പേടിക്കേണ്ട ഒത്തുന്നില്ല കേട്ടോ, എല്ലാം കഴിഞ്ഞതാണ്. ചിലപ്പോൾ അങ്ങനെയൊക്കെ ഒരു സംഗതി നമ്മൾ കേൾക്കുമ്പോൾ കുറച്ചുകൂടെ നമ്മൾ അകന്ന് നിന്ന് കേൾക്കും ഇഷ്ടമില്ല സാധനത്തിനോട്. ഒരു കൊമ്പ് ഉപയോഗിച്ച് നമ്മൾ ചികിത്സാ ഉപകരണം എടുക്കുമ്പോൾ അടിഭാഗം കട്ട് ചെയ്തിട്ട് ഉള്ളു കൊള്ളയാണ്, മോള് അല്പം കട്ട് ചെയ്തിട്ട് ഇത് ശരീരത്തിൽ കുത്തിപ്പിടിച്ചിട്ട് നമ്മൾ ശക്തമായി നമ്മളെ പോലത്തെ ലൈൻസിന്റെ കപ്പാസിറ്റി അല്ല, ഏറെ കുറച്ചുകൂടെ കപ്പാസിറ്റി കൂടി ആൾക്കാരാണെങ്കിൽ അവരാഞ്ഞു വലിച്ചിട്ട് ബ്ലോക്ക് ചെയ്ത് വെച്ചാൽ ഈ കപ്പ് കൊണ്ട് ഗൺ ചെയ്യുന്ന സിസ്റ്റം ഏകദേശം കപ്പിങ്ങിന്റെ പിക്ചർ കണ്ടിട്ടില്ലേ? ചെയ്തവരൊക്കെ ഉണ്ട് ഇതിനകത്ത്, കപ്പിങ് ചെയ്തവരൊക്കെ ഉണ്ട്. ഹിജാമ ചെയ്തവരൊക്കെ ഇല്ലേ? ഇല്ല, തീരെ അറിയാത്തവരൊക്കെ ഉണ്ട്. തീരെ അറിയാത്തവർ ഹിജാമിനെ കുറിച്ച് ധാരണ തന്നെ ഇല്ലാത്ത എത്ര പേരുണ്ട്? ബാക്കി ഏകദേശം ധാരണയൊക്കെ ആൾക്കാർക്ക് ഉണ്ടല്ലേ? എന്താണ് സിസ്റ്റം? ഫോട്ടോ കണ്ടിട്ടുണ്ടല്ലോ? ഇല്ല, ഫോട്ടോ നമ്മളെ ചെയ്ത് കാണിച്ചു കൊടുക്കുമല്ലോ. എന്നാലും അത് ആദ്യം പറയുന്നത് എന്താണ്? അപ്പൊ ഈ കാളകൊമ്പ് കൊണ്ടിട്ട് അല്ലെങ്കിൽ കൊമ്പ് കൊണ്ട് പിന്നെ അതിന്റെ മേളിൽ അടച്ചു പിടിക്കുന്നു, രണ്ടാമത് മുറിവുണ്ടാക്കിയിട്ട് വീണ്ടും അതേ പണിയെടുക്കുമ്പോൾ പണ്ട് വായിലൂടെ വലിച്ചെടുത്ത് കളയുമായിരുന്നു. അതുകൊണ്ടാണ് നോമ്പ് കാലത്ത് ഹിജാമ സുന്നത്തല്ല എന്ന് പറഞ്ഞതിന്റെ മറ്റൊരു സംഗതി. ഇത് വായിലെടുക്കുമ്പോൾ എന്ത് സംഭവിക്കും? സ്വാഭാവികമായിട്ട് അല്പം ഉള്ളിൽ പോകാനുള്ള സാധ്യതയുണ്ട്. പിന്നെ രോഗിക്ക് ക്ഷീണം, ചെയ്യുന്ന ആൾക്ക് അധ്വാനം, ലങ്സ് നല്ല കപ്പാസിറ്റി ഒക്കെ വേണം. ഇന്ന് വാക്കും കൊണ്ട് മാറി നിന്നിട്ട് രണ്ട് കണ്ണ് വലിച്ച് ചെയ്യുന്നതൊന്നും ആ ഒരു പ്രശ്നമില്ല. അപ്പൊ ചിലർ പറയാറുണ്ട് നോമ്പ് വെച്ചിട്ട് സുന്നത്താണ്, ചിലർ സുന്നത്തല്ല. ഏതായാലും ഇതെല്ലാം ഹദീസുകളുണ്ട്, നമുക്ക് അതനുസരിച്ച് യുക്തിപൂർവ്വം വേണ്ട വിധമൊക്കെ ഇൻഷാല്ലാഹ് സ്വീകരിക്കാവുന്നതാണ്. പിന്നെ എല്ലാ കാലഘട്ടത്തിലും വർഷങ്ങൾക്ക് മുമ്പും പിന്നെ ഈജിപ്തിലും ഗ്രീസിലും പിന്നെ റോമിലും അങ്ങനെ പലതരത്തിലൊക്കെ ചികിത്സകൾ കൃത്യമായിട്ട് പഠിച്ചിട്ടുണ്ട്. ഈ ഹിപ്പോക്രട്ടസ് ആരാണ്? ഹോമിയോയുടെ പിതാവാണ്. ആണോ ഹിപ്പോക്രട്ടസ്? വേറെ അലോപതിയിലാണോ? ആയുർവേദം വേറെ പറയും. അഭിപ്രായ വ്യത്യാസമുണ്ടല്ലേ, പഠിക്കാൻ ഉഷാറുള്ളൂ. അല്ലെങ്കിൽ ആയിപ്പോയി ഇപ്പൊ എല്ലാവരും കൊടുത്തിരിക്കുന്നില്ലേ? മാറി പറഞ്ഞു. വേറെ ആയുർവേദന്റെ തെരുവേനല്ലേ? അല്ല, ആധുനിക വൈദ്യശാസ്ത്രത്തിന്റെ പിതാവെന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. ആയിരുന്നോ ഇല്ലെന്നൊക്കെ അയാൾ മാത്രം സ്വന്തമായി കണ്ടുപിടിച്ചാണെന്ന് നമ്മൾ പറയുന്നില്ല. ആധുനിക വൈദ്യശാസ്ത്രത്തിൽ എന്നറിയപ്പെടുവോ അത് അലോപ്പതി പറയുന്നത് ഞങ്ങളാണ്. മോഡേൺ മെഡിസിൻ ആധുനിക വൈദ്യശാസ്ത്രം ഞങ്ങളുടെ പിതാവാണ് ആണെന്ന്. അത് എത്ര ഈ പിന്നെ അദ്ദേഹം കൃത്യമായിട്ട് കപ്പിങ്ങിന്റെ വിഷയത്തിൽ വൈറ്റ് കപ്പിങ്ങും പിന്നെ ഏതാണ് വെറ്റ് കപ്പിങ്ങും ഒക്കെ ആ സിസ്റ്റം കൊണ്ടുവന്ന തന്നെ ആരാണ്? ഹിപ്പോക്രട്ടസ് ആണ്. അങ്ങനെ എത്ര ഹോസ്പിറ്റലിൽ നിന്ന് സംവിധാനമുണ്ട്? എത്ര ഡോക്ടർമാർക്ക് അറിയാം? ആരെങ്കിലും ചെയ്യുന്നു? ഇല്ലല്ലോ. അധ്വാനിച്ചിട്ടുള്ള പരിപാടി അവർക്കില്ല. അവരപ്പുറത്ത് മെഡിക്കൽ ഷോപ്പ് കൊണ്ടുവന്ന് ലിസ്റ്റ് ചെയ്ത് കൊടുക്കും, ഇപ്പുറത്തുനിന്ന് മെഡിക്കൽ ലാബിലെ പിന്നെ റിസൾട്ട് വരും. ഇതിനിടയിൽ നിന്ന് നോക്കിയിട്ട് അവിടെ എഴുതി വിടും അല്ലേ? ഒരു ഹോസ്പിറ്റലിൽ നിന്ന് കുടിക്കുന്ന മരുന്ന് വേറെ ഹോസ്പിറ്റലിൽ മെഡിക്കൽ സ്റ്റോറിൽ പോയാൽ കിട്ടുമോ? കിട്ടുന്നില്ല. അപ്പൊ എന്താണ് സംഭവം? ഏകദേശമൊക്കെ അറിയാം. പിന്നെ കണ്ടന്റൊക്കെ വന്നായിരിക്കും. പിന്നെ ചിലർ പോകുമ്പോൾ പറയും ആ കണ്ടന്റൊക്കെ ഉള്ള ഗുളിക വേറുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെയാണ് ചികിത്സകൾ മുന്നോട്ട് പോകുന്നത്. അതിനെക്കുറിച്ച് എല്ലാം ചർച്ച ചെയ്താൽ ഒരുപാട് പറയാനുണ്ടാവും, അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഉണ്ടാവും. എന്തായാലും ആ അർത്ഥത്തിൽ ഹിപ്പോക്രാറ്റസ് ആണ് ഇതിനെ കൂടുതൽ ജനകീയമാക്കാൻ അദ്ദേഹം കുറെ സംഗതികൾ പരിചയപ്പെടുത്തുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ബ്ലഡ് എടുത്തും ബ്ലഡ് എടുക്കാതെയും, ഡ്രൈ കപ്പ് നമ്മൾ ബ്ലഡ് എടുക്കാതെയും ബ്ലഡ് എടുത്തുകൊണ്ട് വെറ്റ് കപ്പും. പിന്നെ എത്ര കപ്പിംഗ് ഉണ്ട്? ആയുർവേദത്തിന്റെ കപ്പിംഗ് ഉണ്ട്, പിന്നെ ഹെർബൽ കപ്പിംഗ് ഉണ്ട്, വാട്ടർ കപ്പിംഗ് ഉണ്ട്, ഐസ് കപ്പിംഗ് ഉണ്ട്. ഇതൊക്കെ ഓരോ തരത്തിൽ നമ്മുടെ യുക്തിക്കനുസരിച്ച് ഉപയോഗപ്പെടുത്താം. ചില പ്രശ്നമുള്ളിടത്ത് നമുക്ക് ഈ കപ്പിൽ മരുന്നൊഴിച്ചുകൊണ്ട് കപ്പ് ആ പ്രശ്നമുള്ളിടത്ത് വെച്ച് ചികിത്സ ചെയ്യാം. അപ്പൊ അവിടെ നമ്മൾ കുറച്ച് ഒഴിഞ്ഞ ആ സ്പേസ് കൂടെ ഉണ്ടാക്കുമ്പോൾ അവിടെ കൂടുതൽ രക്തസംഗതി വരികയും അവിടെ എനർജി കൂടുതൽ വർക്ക് ചെയ്യുകയൊക്കെ ചെയ്യുന്ന സിസ്റ്റം ഒക്കെ ഉണ്ട്. അപ്പോൾ ഒരുപാട് തരത്തിലുള്ള സംഗതികളുണ്ട്. അതുപോലെ ചെയ്യുന്ന സമയം ചന്ദ്രമാസം അനുസരിച്ച് നമ്മുടെ ശരീരത്തിലെ രക്തചംക്രമണത്തിൽ വ്യത്യാസം വരുന്ന അറിയാമല്ലോ അല്ലെ? അതുകൊണ്ടാണ് ഈ ചന്ദ്രമാസത്തിലെ 13, 14, 15 ദിവസങ്ങളിൽ നോമ്പ് പിടിക്കാനൊക്കെ രക്തചംക്രമണമുള്ള ഈ ഏറ്റവും പവർഫുൾ ആയ ദിവസങ്ങൾ 13, 14, 15 ദിവസങ്ങളിൽ സുന്നത്ത് നോമ്പ് പിടിച്ചതിന് ശേഷം 16, 17, 19, 21 ദിവസങ്ങളിലൊക്കെ ഹിജാമ ചെയ്യൽ കൂടുതൽ പവർഫുൾ ആണ്.
അതുപോലെ മനുഷ്യന്റെ ജീവനും മരണവും ചന്ദ്രമാസം അനുസരിച്ച് കണക്ട് ചെയ്ത് നിൽക്കുന്നുണ്ട്. കൂടുതൽ മരണങ്ങൾ പഠിച്ചു നോക്കിയോ, കഴിഞ്ഞ ഈ ഒരാഴ്ചകളിൽ കുറെ മരണം നടന്നിട്ടുണ്ടാവും. അല്ലാതെ മരണങ്ങളുണ്ടോ? ഒട്ടും കുറയുന്നില്ല. അതെ, എല്ലാം ഓപ്പോസിറ്റോട് പറഞ്ഞാൽ ഓർമ്മ എടുക്കുള്ളൂ. അല്ലാത്തപ്പോ മനോരമയുടെ മരണ കാര്യമാണോ? അല്ല. പിന്നെ നമ്മുടെ എവിടെയൊക്കെ നമ്മൾ പഠിച്ചു നോക്കിയോ അല്ലേ? വയസ്സായി കിടന്നതില് പ്രായമായി കിടന്ന രോഗികളിൽ പലരും മരിച്ചിരിക്കുന്നതൊക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ എന്താ മനസ്സിലാവും? ചന്ദ്രമാസത്തിന്റെ അവസാനമോ നെക്സ്റ്റ് മാസത്തിന്റെ ആദ്യമായിരിക്കും. നമ്മുടെ എനർജി നോക്കി, നമ്മുടെ എനർജി ഈ ഒരാഴ്ചകൾ ക്ഷീണമായിരിക്കും. അത് ശരിയാണ്. അപ്പൊ കഴിഞ്ഞാൽ ഭയങ്കര ഉഷാറാണ്. ഇല്ല അത് പറയില്ലേ, ഇനി സൂക്ഷിച്ച് പറയുള്ളൂ. എന്ത് പറഞ്ഞാലും ഓപ്പോസിറ്റ് പറയില്ലേ. അപ്പൊ എന്തായാലും അങ്ങനെയൊക്കെ ഉണ്ട്. എന്നാൽ എല്ലാവരും വീക്കാണെന്ന് അർത്ഥമില്ല. സ്വാഭാവികമായിട്ട് എടുത്താൽ നമുക്ക് മനസ്സിലാവും ഈ ഒരാഴ്ചകളിൽ ചന്ദ്രമാസം അവസാന സമയത്ത് ബ്ലാക്ക് മൂണിന്റെ സമയത്തൊക്കെ നമുക്കൊരു അസ്വസ്ഥതകളൊക്കെ സ്വാഭാവികമായിട്ട് ഉണ്ടാവാൻ സാധ്യത. സ്ത്രീകളോട് ബന്ധപ്പെട്ട രോഗങ്ങൾക്കൊക്കെ പ്രത്യേകിച്ച് മനസ്സിലാവും. അപ്പൊ ആ സമയം നല്ല പവർഫുൾ ആയ സമയമാണ് നമ്മൾ ഉപയോഗിക്കുന്നത് കൂടുതൽ. അതങ്ങനെ ചന്ദ്രന്റെ സൂര്യനോടുള്ള അല്ല മനുഷ്യനോട് ഭൂമിയോടുള്ള കണക്ഷൻ വെച്ചുകൊണ്ട് മനുഷ്യൻ പിന്നെ ആ ഒരു തരത്തിലാണ് മനുഷ്യന്റെ സെറ്റപ്പ്. അണ്ടത്തിലുള്ളത് പിണ്ടത്തിലുണ്ട്, എല്ലാം ഉള്ളത് എല്ലാത്തിലും ഉണ്ട് അല്ലേ? അങ്ങനെ എത്ര മണിക്കൂർ പറയണം? അപ്പൊ അതൊക്കെ വെച്ചുകൊണ്ട് മനുഷ്യ ശരീരവും അത്തരത്തിൽ തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. സൂര്യനില്ലാത്ത ദിവസങ്ങളിൽ നമ്മൾ ഉഷാറല്ലേ? സൂര്യനില്ലാത്ത ദിവസം ഉഷാറാണോ? അല്ല. വെയിലുള്ള കുട്ടികൾ ആഹാരം കഴിക്കുന്നതിനൊക്കെ കൂടുതൽ ആര് കഴിക്കും? നമ്മൾ പറയില്ലേ, കുട്ടികളോട് കളിക്കുന്ന സമയത്ത് ഇവനൊരു പണിയില്ല, വെയിലും കൊണ്ട് നടക്കുകയാണ്, ആഹാരം കഴിക്കാതെ ചോറ് കൊണ്ടാല് കറുത്തു പോകൂടാ അല്ലേ? വെളുത്തിരുന്നാലല്ലേ എന്തൊക്കെയുള്ളൂ, എല്ലാം ഉള്ളൂ. കളിക്കും. കുട്ടികളെ ശ്രദ്ധിക്കുവോ? കുട്ടികൾ എന്താണ്? അത് നാച്ചുറൽ ചെയ്യാണല്ലോ. കുറച്ച് കഴിയുമ്പോൾ ഇവരുള്ളിൽ വരുള്ളൂ. മമ്മൂട്ടിയെ പോലെ ഇരിക്കണം, മമ്മൂട്ടി വെളുത്താനിരിക്കുന്നത്, തുടുത്താനിരിക്കുന്നത്, കറക്കാൻ പാടില്ല, പിന്നെ മറ്റേ വിനായകനെ പോലെ ആകാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് പിന്നെ വെളുക്കാൻ പോകുമ്പോൾ വെയിലുള്ളതാണ്. പിന്നെ എന്ത് അഡീഷണൽ ആയിട്ട് കിട്ടുന്നത്? രോഗം കിട്ടുന്നത് അല്ലേ? അപ്പൊ വെയിൽ കൊണ്ടാലും എനർജി കിട്ടും. ഇതുപോലെ തന്നെ മനുഷ്യനൊരു പിന്നെ സൗരജീവിയാണ്. അതുകൊണ്ട് തന്നെ മനുഷ്യന് പിന്നെ ആ അർത്ഥത്തില് പിന്നെ ചന്ദ്രനും സൂര്യനും ഒക്കെ കണക്ട് ചെയ്ത് തന്നെയാണ് കിടക്കുന്നത്. അപ്പൊ അതുകൊണ്ട് കൂടുതൽ നല്ല ദിവസങ്ങൾ പ്രവാസിദാസെ പഠിപ്പിച്ചു. പിന്നെ മാസത്തിന്റെ 17, 19, 20 ദിവസങ്ങൾ കൂടുതൽ സുന്നത്താക്കി എന്ന് പറഞ്ഞാൽ പ്രവാചകൻ മാതൃക കാണിച്ചു എന്നാണ് അർത്ഥം. സുന്നത്ത് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വിചാരിക്കേണ്ട. കൂടുതൽ നിർദ്ദേശിക്കുകയോ ചെയ്ത് കാണിക്കുകയോ അല്ലെങ്കിൽ ചെയ്യാൻ സമ്മതം കൊടുക്കുകയോ ചെയ്തതാണ് സുന്നത്ത് എന്ന് പറയുന്നത്. പിന്നെ രോഗങ്ങളെ കുറിച്ചൊന്നും പറയുന്നില്ല. ഒരുപാട് രോഗങ്ങൾക്ക് എടുത്തു പറഞ്ഞ സംഗതികളൊക്കെ ഉണ്ട്. പിന്നെ ഒരുപാട് സാധനങ്ങൾ കൊണ്ടും ഹിജാമ ചെയ്യാം. പണ്ട് മുള കൊണ്ട് ചെയ്തിരുന്നു, മറ്റു പല സംഗതികൾ കൊണ്ടും. ഇതേ കൊമ്പ് പോലെ തന്നെ ലോഹം കൊണ്ട്, ഗ്ലാസ് കൊണ്ടൊക്കെ ചെയ്യാം. പിന്നെ ഈ വാക്കും കണ്ണില്ലാതെ നമുക്ക് ഹിജാമ ചെയ്യാം. അതിന് വായു എടുത്തു കളഞ്ഞാൽ, മർദ്ദം എടുത്തു കഴിയുമ്പോൾ ശരീരം അവർക്ക് ഒരു ഗ്ലാസിനകത്തേക്ക് ഒരു ലാമ്പ് കത്തിച്ചാൽ അല്ലെങ്കിൽ സ്പിരിറ്റ് മുക്കി പഞ്ഞി കത്തിച്ചിട്ട് നമുക്ക് എയർ കളഞ്ഞിട്ട് പെട്ടെന്ന് ശരീരത്തിലേക്ക് വെച്ചാൽ എന്ത് സംഭവിക്കും? ചെയ്ത് നോക്ക് വീട്ടിക്കോട്ടെ. സ്പിരിറ്റ് ചെയ്തായി കേൾക്കാൻ സ്പിരിറ്റ് ഉണ്ടെങ്കിലും ചെയ്യുമ്പോൾ സ്പിരിറ്റ് ഉണ്ടാവില്ല. കാരണം എന്താ അറിയോ? നമ്മൾ കറക്കുമ്പോൾ ഗ്ലാസ്സിൽ സ്പിരിറ്റ് കത്തിയിരിക്കും. തീ കത്തി ചെയ്യുമ്പോൾ ഗ്ലാസ്സിലേക്ക് തീ പിടിക്കും. പെട്ടെന്ന് നമുക്ക് കുത്തുമ്പോൾ യാതൊരു സ്പിരിറ്റും ഉണ്ടാകത്തില്ല. പിന്നെ ഈ ചികിത്സയ്ക്ക് ഇറക്കാൻ നോട്ടീസും പത്രവാർത്തയും കൊണ്ട് ഞാൻ അറിയാതെ പറഞ്ഞാണ്. അപ്പൊ പറയുമ്പോൾ സമയം എടുത്ത് പറയണം. മനസ്സിലായില്ലേ? സ്പിരിറ്റ് മുക്കിയ ഒരു പഞ്ഞി കഷ്ണത്തിൽ തീ കൊടുത്തിട്ട് നമ്മൾ കൂടുതൽ സമയം തീ കത്താൻ പറഞ്ഞുള്ളൂ. ഒരു സമയത്ത് ഇന്ന് ലാമ്പുള്ളപ്പോൾ സ്പിരിറ്റ് വേണ്ട. പിന്നെ ഇത് ഒരു ഗ്ലാസ്, സാധാരണ ഗ്ലാസ്സിനകത്താണെങ്കിൽ നമ്മൾ പിന്നെ ഇരിക്കുന്ന ഗ്ലാസ്സിൽ ഇത് ഉള്ളിൽ കാണിച്ചാൽ അതിനുള്ളിൽ വായു എന്ത് സംഭവിക്കും? പോവും, കത്തിത്തരും. പെട്ടെന്ന് ആ സെക്കൻഡ് തന്നെ അടുത്ത വായു കയറാതെ സ്പീഡിൽ ചെയ്യാൻ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ ശരീരത്തിൽ വെച്ചാൽ ഇത് ശരീരത്തിന്റെ ഭാഗം വലിഞ്ഞ് ഉള്ളിലേക്ക് നിൽക്കും, ഈ കപ്പിനകത്തേക്ക് വരും. അതാണ്. പക്ഷെ അത് ബാലൻസ് ചെയ്യാൻ നമുക്ക് സാധിക്കത്തില്ല. കൂട്ടാനോ കുറയ്ക്കാനോ പറ്റുമോ? അതുകൊണ്ട് അത് വാക്കും കണ്ടുകൊണ്ടാണ്. ഇതുകൊണ്ട് നമുക്ക് ഇതാണ് സിസ്റ്റം. ഇനി വലിച്ചിട്ട് കാണിക്കാം. ഈ ഒരു ഒഴിഞ്ഞ ഗ്ലാസ് മാത്രമാണെങ്കിൽ നമുക്കിത് ബാലൻസ് ചെയ്യാൻ സാധിക്കില്ല. ഇതുകൂടെ ഉപയോഗിച്ചാലാണ് നമുക്കത് ബാലൻസ് ചെയ്യാൻ സാധിക്കുന്നത്. അപ്പൊ അങ്ങനെ പല ഉപകരണങ്ങൾ ഉപയോഗിച്ചിരുന്നു എന്നാണ് സംഭവം. ഇത് പിന്നെ പണ്ട് ഒരു സർജറിയുടെ ലെവലിൽ കണ്ടിരുന്നു. അതുപോലെ ഈ ബാർബർമാര്, നമ്മളൊന്നും മതിപ്പെട്ടതല്ലോ, അങ്ങനെ ബാർബർമാർ സെക്കൻഡ് ഗ്രേഡ് അങ്ങനെ ഉണ്ടല്ലോ, ഇന്ന് ഏറ്റവും കൂടുതൽ ക്യാഷ് ഉണ്ടാക്കുന്നവരാണ് അല്ലേ? പിന്നെ അപ്പോ ഇതിന് പോസിറ്റീവുള്ള പറഞ്ഞല്ലോ, കുഴപ്പമില്ല. അപ്പൊ അവര് കൂടുതൽ ചെയ്തിരുന്നു.
പണ്ട് ഒരുപാട് 17ാം നൂറ്റാണ്ടിലൊക്കെ പോലും ബാർബർമാര് നല്ല നല്ല സ്ഥാപനങ്ങൾ നടത്തി. ഇന്ന് മാത്രമല്ല ബ്യൂട്ടി പാർലർ നടത്തുന്നത്, ജെന്റ്സ് ലേഡീസ് ബ്യൂട്ടി പാർലർ നടത്തിയത് പണ്ട് നടത്തിയിരുന്നു. സംവിധാനമായിരുന്നു ഡോക്ടറിന്റെ. ഇന്നും കഴിഞ്ഞ കാലഘട്ടത്തിൽ ഡോക്ടറിന്റെ പവർ ഉണ്ടായിരുന്നു ബാർബർമാർക്ക് അല്ലേ? മുസ്ലിങ്ങൾ സുന്നത്ത് ചെയ്യുന്ന ആരാണ്? ബാർബർമാർ. ഇന്നല്ലേ ഡോക്ടർമാർ ചെയ്യാൻ അറിയാവുള്ളത്. ഡോക്ടേഴ്സ് ഇന്നാണ് ചെയ്യാൻ അറിയാവുന്നത് പോലും. മുമ്പ് ചെയ്തിരുന്നത് ഒരു പരിധിവരെ ആരായിരുന്നു? ബാർബർമാരാണ്. അവർക്ക് കൃത്യമായിട്ട് സർജറി ചെയ്യാനുള്ള കഴിവും കപ്പാസിറ്റിയും ഒക്കെ ഉള്ളവർ അങ്ങനെ ചെയ്തിരുന്നു. അപ്പൊ ആ അടുത്തത് ലിജാമയും അവർ ഏറ്റെടുത്തിട്ട് അവർ സംഗതി ചെയ്തിരുന്നു. ഒരുപാട് സംസാരിച്ചാൽ ഇങ്ങനെ പോകുന്നതാണ്. പെട്ടെന്ന് ഞാൻ ബുക്കിലേക്ക് നോക്കി നോട്ട് ചെറിയ പോയിന്റ് പറഞ്ഞു കൊടുക്കുന്നുണ്ടോ? ഉപയോഗമുണ്ടോ? വരും വിഷയത്തിലേക്ക് വരും കേട്ടോ. ഡ്രൈ കപ്പിങ്ങും വെറ്റ് കപ്പിങ്ങും പറഞ്ഞു. അവിടെ പ്രയോജനം ഉണ്ടെന്ന് ആര് പറഞ്ഞു? ഹിപ്പോക്രാറ്റസ് പറഞ്ഞു എന്ന് പറഞ്ഞില്ലേ? പറഞ്ഞില്ലേ? അല്ല പറഞ്ഞില്ലേ? ചോദിച്ചതാണ്. അത് കേൾക്കാൻ വേണ്ടിയാണ് ഒന്നുകൂടെ പറയുന്നത്. വേറെ തെറ്റിദ്ധരിക്കേണ്ട, കോമഡി അല്ല. വെറ്റ് കപ്പിംഗ് ഡ്രൈ കപ്പിംഗ് കൊണ്ട് ശരീരത്തിന്റെ ഉള്ളിൽ കിടക്കുന്ന മാലിന്യം രക്തത്തെ ഈ തൊലിയുടെ തൊട്ട് അടിയിലേക്ക് അന്തരാവയവങ്ങളിലേക്ക് പോവാതെ ശരീരം അതിനെ നമ്മുടെ തൊട്ടിന്റെ തൊട്ടടിയിലേക്ക് കൊണ്ടുവന്ന് വയ്ക്കും. അല്ലെങ്കിലും ശരീരം എന്ത് ചെയ്യുന്നുണ്ട്? അങ്ങനെ ചെയ്യുന്നുണ്ട്. ആന്തരികാവയവങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി. ഒരു പ്രഗ്നന്റ് ആകുമ്പോൾ ഒരാള് എവിടെയാണ് നീര് വരുന്നത്? ഉറപ്പാത്ത എവിടെ എവിടെ പ്രഗ്നൻസി വരും ആകുമ്പോ പിന്നെ നീര് വരുന്നത്? കാലിലല്ലേ? എന്നാ വയറ്റിലല്ലേ പ്രഗ്നന്റ് ആയത്? പ്രശ്നം ഉണ്ടാകുന്ന എവിടെയാണ്? വയറ്റിലല്ലേ ഉണ്ടാവേണ്ടത്? പക്ഷെ ഉണ്ടാകുന്ന എവിടെയാണ്? കാലിലാണ്. എന്താണ് എപ്പോഴും പ്രശ്നം എന്താണ് ചെയ്യുന്നത്? സംവിധാനം എനർജി മാറ്റി പുറത്തേക്ക് വെക്കും. എന്ന് പറഞ്ഞാൽ ഉള്ളിലെ അവയവങ്ങളെ നമ്മളെപ്പോഴും ത്വക്കിലേക്ക് കൊണ്ടുവന്നിട്ട് വെക്കും. അപ്പോഴാണ് നമുക്ക് എന്തുണ്ടാകുന്നത്? പറയേ. നമ്മള് പിന്നെ പഠിക്കുന്നില്ല അസ്വഭാവിക ശുദ്ധീകരണം. അസ്വഭാവ ശുദ്ധീകരണത്തിന് മറ്റൊരു സ്വഭാവ ശുദ്ധീകരണമാണ് കപ്പിങ്. തൊലിയുടെ തൊട്ടടിയിൽ വരുന്ന ആ സംഗതി ക്ലീൻ ചെയ്യാൻ ഈ ഒരു സംവിധാനം ഉപയോഗപ്പെടുത്താറുണ്ട്. മനസ്സിലായില്ലേ? മനസ്സിലാൻ വേണ്ടിയാണ് അങ്ങനെയൊക്കെ പറയുന്നത്. മനസ്സിലായോ? സംഗതി മനസ്സിലായോ? ശരീരത്തിന്റെ ആന്തരിക അവയവങ്ങൾക്ക് ബാധിക്കേണ്ട ചില പ്രശ്നങ്ങളെ ശരീരം തന്നെ സ്വാഭാവികമായിട്ട് തൊലിയുടെ പുറത്തേക്ക് കളയാൻ സംവിധാനമില്ലാത്ത മലമൂത്ര അല്ലെങ്കിൽ ഉച്ഛ്വാസം മറ്റു സംഗതിയിലൂടെ പുറത്ത് കളയാത്ത ഇല്ലെങ്കിൽ ഛർദ്ദിച്ച് വയറ്റിനിഴഞ്ഞ് പിന്നെ പോവാത്ത സാധനത്തെ ശരീരം മറ്റൊരു അസ്വാഭാവിക ശുദ്ധീകരണ നിലയ്ക്ക് എന്ത് ചെയ്യും? നമുക്ക് ചൊറിച്ചിലായിട്ട് വരുമ്പോൾ ഇതിന്റെ അടിയിൽ ചൊറിയുന്നതിന് ത്വക്കിന്റെ അടിയിൽ എന്തുണ്ടാവും? പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ടാണ് ചൊറിയുന്നത്. അല്ല ത്വക്ക് രോഗമല്ല. നമ്മളെന്താണ് ചെയ്യുന്നത്? ത്വക്കിന് മാത്രം രോഗത്തിന് മരുന്ന് വാങ്ങി അടയ്ക്കും. അപ്പൊ പിന്നെന്ത് വരും? ഉള്ളിലേക്ക് പോയിട്ട് അവിടെ എന്ത് വരും? ഉണ്ട വരും. അങ്ങനെയാണ് ഈ അക്യുപഞ്ചറിസ്റ്റ് പറയുന്നത്. എന്ത് വരും? ക്യാൻസർ വരും. മാലിന്യം പുറത്തുകൂടെ പോകേണ്ട സംവിധാനത്തിൽ തടയുമ്പോൾ അത് എവിടെയെങ്കിലും പോയിട്ട് എന്തുണ്ടാവും? മുഴയാവും. അത് ക്യാൻസർ ആയിട്ട് വരികയാണ് ചെയ്യുന്നത്. പലപ്പോഴും അതിനൊരു കാരണമാണ് ക്യാൻസർ കണ്ടുപിടിച്ചത് തന്നെ ഓയിൽമെന്റ് കണ്ടുപിടിച്ചതിന് ശേഷമാണെന്നാണ് നല്ലൊരു ശതമാനം കണ്ടെത്തൽ. ക്യാൻസർ എന്നുള്ള പേരൊക്കെ പിന്നീടാണ് ഇത് കണ്ടെത്തുന്നത്. അപ്പോ പലതരത്തില് ഡ്രൈ കപ്പാണ് പറഞ്ഞു ചോദിച്ചത് അല്ലെ? അപ്പൊ അതിന് ആ ഒരു സംവിധാനം ചെയ്യാൻ ഡ്രൈ കപ്പിന് സാധിക്കും. പക്ഷെ പുറത്തേക്ക് പോകത്തില്ല. റിസൾട്ട് ഉണ്ട്. ശരീരം മറ്റൊരു തരത്തിൽ പുറത്തേക്ക് കളഞ്ഞോളും. ഒരു ക്ഷീണമുള്ളപ്പോൾ നമുക്ക് ചെയ്ത് കൊടുത്താൽ അയാൾക്ക് ഉഷാറൊക്കെ ആവും. അതിന്റെ പോയിന്റ്സിൽ എവിടെയാണ് ക്ഷീണം വരുന്നത് നമുക്ക് പൾസ് പിടിച്ചോ മറ്റു സംഗതിയിലൂടെ മനസ്സിലാക്കിയ ശേഷം ചെയ്തു കൊടുക്കുകയാണെങ്കിൽ ആ അർത്ഥത്തിൽ അയാൾ ഉഷാറാക്കാൻ നമുക്ക് സാധിക്കും. പിന്നെ അതുപോലെ നീഡിൽ കപ്പ് ഉണ്ട്. അക്യൂപഞ്ചർ നീഡിൽ കപ്പിംഗ് ഉണ്ട്. പോയിന്റ്സിൽ നീഡിൽ ചെയ്തിട്ട് അതിന്റെ പുറത്ത് അതിനെ കൂടെ കവർ ചെയ്യുന്ന രീതിയിൽ കപ്പ് വെച്ച് നമുക്ക് ടൈറ്റ് ചെയ്യാം. അപ്പൊ കുറച്ചുകൂടെ ആ ഭാഗത്ത് ആ പോയിന്റ്സിൽ കുറച്ചുകൂടെ സ്റ്റിമുലേറ്റ് ചെയ്യാൻ നമുക്ക് സാധിക്കും. ഇതൊരു ശരീരത്തിന്റെ ബാക്ക് സൈഡാണ് അല്ലെ? ഈ അർത്ഥത്തിലാണ് ആന്തരികാവയവങ്ങളുടെ സംവിധാനം ചെയ്തിരിക്കുന്നത്. പിന്നെ അപ്പൊ ഇതിനനുസരിച്ചാണ് നമ്മൾ ചെയ്യുന്നത്. ഏത് എലമെന്റ് വരും? കാറ്റ് എലമെന്റ് എന്ന് പറഞ്ഞാൽ എയർ അല്ലെ? വായു മൂലമാണ് ലങ്സ്. ഇതിന്റെ ഉള്ളിൽ ഇവിടെ എന്ത് വരും? ഹാർട്ട് വരും. ഹാർട്ട് ഏതിൽ പെടുന്നതാണ്? ശ്രദ്ധിക്കണം. ഇതൊരു പ്രധാന സംഗതിയാണ് ഈ പറഞ്ഞു തരുന്നത്. ഈ പോകുന്നതാണെങ്കിൽ ഒറ്റ വീണ്ടും കേട്ടു. ട്രെയിൻ പോകണമെങ്കിൽ ഇരിക്കണ്ട, കേൾക്കത്തില്ല. ഫസ്റ്റ് എയർ ആണ്. എയർ എലമെന്റിന്റെ ലെങ് ആണ് ഈ ഫ്രണ്ട് മുകളിൽ കാണുന്നത്. തൊട്ട്
ഉള്ളിൽ ഈ മറവിൽ ഇരിക്കുന്ന സാധനം ഏതാണ്? ഹാർട്ടാണ്. ഹാർട്ട് എത്തിപ്പെടുന്നതാണ് ഫയർ ആണ്. അപ്പൊ എയർ, ഫയർ. പിന്നെ സ്റ്റോമക്ക് ഉണ്ട്, പിന്നെ എർത്ത്, സ്പ്ലീൻ. പിന്നെ ലിവർ ഉണ്ട്. ലിവർ എത്തിപ്പെടുന്നതാണ് ഫുഡ്. താഴെയുള്ളത് പിന്നെ കിഡ്നി, വാട്ടർ. അതിന് താഴെയുള്ളത് ബ്ലാഡർ, യൂബി. എന്താണ്? അല്ല, പിന്നെ വാട്ടർ താഴത്തേക്കാണ് വരുന്നത്. എയർ, ഫയർ, എർത്ത്, വുഡ്, വാട്ടർ. ഈ അർത്ഥത്തിലാണ് നമ്മൾ ഇതിനെ ബാലൻസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇതിന്റെ പോയിന്റ്സ് ഏകദേശം ഒക്കെ ഈ അർത്ഥത്തിൽ മനസ്സിലാക്കാം. വലിയ കപ്പ് വെച്ചാല് ലെങ്ങിനെയും ഫയറിനെയും നമുക്ക് കൺട്രോൾ ചെയ്യാം. ലെങ്ങിന്റെ ഫയറിന്റെയും പ്രശ്നങ്ങളെ നമുക്ക് ഇവിടെ വലിയ കപ്പ് വെച്ചാൽ കൺട്രോൾ ചെയ്യാം. ഏറ്റവും വലിയ കപ്പ് നോക്കരുത്, കപ്പിൽ തന്നെ പല വലിപ്പമുണ്ട്. ഇതൊരു വലിയ കപ്പാണ്. ഇതിനേക്കാൾ ഇച്ചിരി വലിപ്പം കൂടി കപ്പ് കിട്ടും, ഇത്ര ചെറിയ കപ്പ് വരെ കിട്ടും. ഈ അർത്ഥത്തിൽ നമുക്ക് ആ പോയിന്റ്സിൽ വെച്ച് ഉപയോഗപ്പെടുത്താം. ഏകദേശം മനസ്സിലായില്ലേ? കാണാവോ? ഇതിനെ 5 എലമെന്റ് വെച്ചിട്ട് ബാലൻസ് ചെയ്യുന്നത് ഈ അർത്ഥത്തിലാണ്. പിന്നെ എയർ, ഫയർ. മറ്റേതെങ്ങനെയാണ്? മറ്റേ 5 എലമെന്റ് അക്യുപഞ്ചറിന്റെ ലെവൽ എങ്ങനെയാണ്? ഫയർ, എർത്ത്, എയർ, വാട്ടർ, വുഡ്. ഇത് ഒരല്പം ഡിസോർഡർ ഉണ്ട്, അത് ആലോചിച്ച് നോക്കുക. ഇങ്ങനെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. എയർ, ഫയർ, എർത്ത്, വുഡ്, വാട്ടർ. അങ്ങനെയാണ് അതിന്റെ സിസ്റ്റം. അത് കാണിച്ചു തരാം. പിന്നെ ഫയറിന്റെ ടൈമിൽ വേണമെങ്കിൽ കപ്പിങ് ചെയ്യുന്നത് ഒഴിവാക്കാവുന്നതാണ്. ഫയറിന്റെ കൃത്യ ഉച്ചയുള്ള ആ ടൈമിൽ 11 മണി മുതൽ 1 മണി വരെ വരുന്ന ആ ഹാർട്ടിന്റെ ടൈമിൽ വിശ്രമമാണ് നല്ലത്. അധികം ആ സമയത്ത് ശരീരത്തെ സ്ട്രെയിൻ ചെയ്യുന്ന ചികിത്സയിലേക്കാണെങ്കിലും മറ്റുള്ള സംഗതിയിലേക്കും പോകാതിരിക്കലാണ് നല്ലത്. ഇങ്ങനെ 2 കപ്പ് വെച്ചിട്ടാണ് 2 സൈഡിൽ ബാലൻസ് ചെയ്യുന്നത്. നടുവിന്റെ 2 സൈഡിൽ ബാലൻസ് ചെയ്യുന്ന 2 അപ്പോഴും വെക്കുമ്പോൾ 2 കപ്പ് എപ്പോഴും വയ്ക്കും. ഓക്കെ, അപ്പൊ 5 എലമെന്റില് 5 2 10. അങ്ങനെ പറയാം, 5 2 അങ്ങനെ തന്നെയല്ലേ? അക്യുപഞ്ചറിന്റെ വ്യത്യാസമുണ്ട്. അലോപ്പതിയിൽ 5 2 ഇല്ലല്ലോ, 5 2 10. ഒരു സുന്നത്ത് പോയിട്ടുണ്ട്. ഈ മേളിൽ ഈ നമ്മളിങ്ങനെ പിടിക്കുമ്പോൾ കൃത്യ പോയിന്റ്സ് ഉണ്ടല്ലോ. അക്യുപഞ്ചറിൽ പോയിന്റ് ഉണ്ട്, സുജോക്കിലൊക്കെ വേറെ പേരുണ്ട്. എന്തായാലും പിന്നെ അതിലൂടെ ഒരു കപ്പ് വെച്ചിട്ട് 11 പോയിന്റ്സ് വരെ നമുക്ക് ചെയ്യാം. അല്ല, 11 കപ്പ് വരെ വയ്ക്കാം, നിർബന്ധമില്ല. സിംഗിൾ കപ്പ് വെച്ച് സിംഗിൾ അക്യുപഞ്ചർ ചെയ്യുന്നവർ ചെയ്താലും നമ്മുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കിയിട്ട് ഫയറാണ് പ്രശ്നം ഉണ്ടെങ്കിൽ ഫയറിന്റെ പോയിന്റിൽ മാത്രം വെച്ചു കൊടുത്താൽ ആളുടെ പ്രശ്നം നമുക്ക് മാറ്റാം. ആ അർത്ഥത്തിൽ ചികിത്സിക്കാം. ഇനി ഓർഗൻസ് വെച്ചിട്ടാണെങ്കിലും നമുക്ക് ചികിത്സിക്കുന്നതിന് പ്രശ്നമില്ലാത്തൊരു ചികിത്സയാണ് ഇത്. പിന്നെ ഒഴിവാക്കേണ്ടവർ ആരൊക്കെ ഒഴിവാക്കണം? കപ്പിങ് ചെയ്യുന്നത്, ബ്ലഡ് എടുക്കുന്നത്. ഡ്രൈ കപ്പിംഗ് ആണെങ്കിൽ കുറെ കൂടെ നമുക്ക് ചെയ്യാം. അവിടെ പ്രശ്നമുള്ളവരിലേക്കാണ് കൂടുതൽ ഡ്രൈ കപ്പ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റുന്നത്. ചെയ്യുകയാണെങ്കിൽ ഡെയിലി ചെയ്യാൻ നടക്കത്തില്ല. ഒരു പിന്നെ ഒരാഴ്ചയ്ക്കൊന്നും ചെയ്യുന്നതിന് തടസ്സമില്ല. 15 ദിവസം, 3 ആഴ്ച, 1 മാസത്തിൽ 1 അറബികൾ ചെയ്യുമായിരുന്നു എന്നാണ് നമ്മൾ ചരിത്രത്തിൽ കാണുന്നത്. 1 മാസത്തില് ഡ്രൈ കപ്പിംഗ് നമുക്ക് പ്രയാസം ഒന്നുകൂടെ നമുക്ക് ചെയ്യുന്നതിന് കുഴപ്പമില്ല. ഒരാഴ്ച നമുക്ക് ചെയ്യാം. വെറ്റ് കപ്പിംഗ്, ബ്ലഡ് എടുക്കുന്ന കപ്പ്. ഡ്രൈ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ലാത്ത, അങ്ങനെ ചിന്തിച്ചാൽ മതി. പേരുകളിൽ കേട്ടിട്ട് ഒരു കൺഫ്യൂഷൻ ഉണ്ടാവണ്ട. ഡ്രൈ ആയിട്ടിരിക്കുന്നത് ഒന്നുമില്ല. വെറ്റ് കപ്പിംഗ്, ബ്ലഡ് എടുക്കുന്നത് ഇതാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. പിന്നെ ഹെർബൽ കപ്പിങ്ങും ഐസ് കപ്പിങ്ങും വാട്ടർ കപ്പിങ്ങും ഓയിൽ മസാജ് കപ്പിങ്ങും മത്സ്യങ്ങളിലൊക്കെ പിന്നെ വെറുതെ നമുക്ക് ശരീരം മൊത്തം വേണമെങ്കിൽ കപ്പ് ചെയ്യാം. പല ഫോട്ടോ എല്ലാം കണ്ടിട്ടില്ലേ? മൊത്തം കപ്പ് വെച്ച ഫോട്ടോകളൊക്കെ ഉണ്ട്. അതൊന്നും വെറ്റ് കപ്പിംഗ് അല്ല, അത്രയും മുറിവ് ഉണ്ടാക്കത്തില്ല കേട്ടോ. അത്രയും ചെയ്യുന്നത് ശരിയല്ല. അത് വെറുതെ ശരീരത്തിന്റെ ഒരു ഉണർത്തലിന് വേണ്ടി സഹായിക്കുന്ന ഒരു രീതി മാത്രമാണ് അത്. പിന്നെ മറ്റും ചെയ്യാവുന്നത്, ഒഴിവാക്കേണ്ടവര് ഹീമോഫീലിയ അല്ലെ, ബ്ലഡ് നിൽക്കാത്ത പ്രശ്നമുള്ളവര്, അതുപോലെ ഹാർട്ടിന്റെ മരുന്ന് കഴിക്കുന്നവർ, ബ്ലഡ് പിന്നെ ബ്ലോക്ക് ആവാതിരിക്കാൻ വേണ്ടി മരുന്ന് കഴിക്കുന്ന ആൾക്കാരില്ലേ? എന്താണ് മരുന്നിന് പേര്? പോലുള്ള മരുന്നുകൾ കഴിക്കുന്നവർക്ക് ഈ സാധനം ചെയ്യണം നിർബന്ധം പിടിക്കണം. നമ്മൾ അങ്ങോട്ട് നിർബന്ധിക്കേണ്ട. നിർബന്ധം പിടിക്കുന്നവരുണ്ടെങ്കിൽ അവരുടെ 2-3 ദിവസത്തേക്കെങ്കിലും ആ ഗുളിക ഒഴിവാക്കിയിട്ട് വരാൻ പറയുക. 2 ദിവസം ഗുളിക ഒഴിവാക്കിയാൽ മരിച്ചു പോലോ, പിന്നെ അവർ ഒഴിവാക്കാൻ സാധ്യതയില്ല. മരുന്ന് കൊണ്ടാണല്ലോ നമ്മൾ ജീവിക്കുന്നത്, കമ്പനിയുടെ ഗുളികൾ കൊണ്ടാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് മനസ്സിലാക്കുന്നവരെ സംബന്ധിച്ച് അതൊരു ഭയങ്കര പ്രയാസമായിരിക്കും. നമ്മൾ അത്ര റിസ്ക് എടുക്കാൻ പോകണ്ട. പിന്നെ ജലാംശം നഷ്ടപ്പെട്ട ഒരവസ്ഥ, തീരെ ശരീരത്തിന്റെ പ്രായമായിട്ടോ മറ്റു പ്രശ്നങ്ങൾ കൊണ്ടോ ശരീരത്തിലെ ജലാംശം കുറഞ്ഞു എന്ന് നമുക്ക് തോന്നിയാൽ, ശരീരത്തിൽ വെള്ളം കുറയത്തിലെ പരിധിക്കപ്പുറം കുറയാറില്ല. ഇനി ആ കുറയുന്ന പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവർ ചെയ്യേണ്ട. ഒരു സ്ത്രീകൾക്ക് പീരീഡ്സ് ടൈമിൽ ചെയ്യേണ്ട എന്നാണ് പറയുന്നത്. പക്ഷെ എന്നാൽ പിന്നെ പ്രസവിച്ച് കിടക്കുന്ന സമയത്ത് ചെയ്ത ചരിത്രങ്ങളൊക്കെ നമുക്ക് കാണാവുന്നതുമാണ്. പ്രസവരക്തമുള്ള സമയത്ത് പോലും
കപ്പൂടെ വെച്ച് സഹായിച്ചു കൊടുത്ത സംഭവങ്ങളൊക്കെ നമുക്ക് കാണാവുന്നതാണ് ചരിത്രത്തിൽ. അഭിപ്രായ വ്യത്യാസമുള്ള സംഗതിയാണത്. പിന്നെ ചെറിയ കുട്ടികൾക്ക് ചെയ്യരുത്, തീരെ ചെറിയ കുട്ടികൾക്ക്, ഒരു 3 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ചെയ്യേണ്ട കാര്യമില്ല. അതൊക്കെ ഓൾറെഡി 2 വയസ്സിന് മാതാക്കളും പാൽ കൊടുക്കുന്ന പ്രായത്തിലൊക്കെ എന്തെങ്കിലും അസുഖം ഉണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി, മാതാവിനെ ചികിത്സിച്ചാൽ മതി. കുട്ടിക്ക് ചെയ്യാവുന്ന ഒരു അവസ്ഥ ഇല്ലെങ്കിൽ നാച്ചുറലായിട്ട് തന്നെ കുട്ടികളുടെ അസുഖങ്ങൾ ശരിയായിക്കോളും. നമ്മൾ ഗുളി കൊടുത്ത് പോലെ ബുദ്ധിമുട്ടിക്കാൻ മതി. ഒരു പടു കൊടുത്താൽ തീരെ വയസ്സായി പോയ ആൾക്കാരെയും നമ്മൾ കപ്പ് വെച്ചിട്ട് അവരെ ആന്തരികമായ തൊലിയും എല്ലും ഒക്കെ വേറെ വേറെ ആൾക്കാരൊക്കെ ഉണ്ടല്ലോ, അവരൊന്നും ഒരുപാട് ബുദ്ധിമുട്ടിക്കണം. അതല്ലാത്ത എനർജി സുഖപ്പെടുത്തൽ മാത്രം നമ്മൾ കൊടുത്താൽ മതി. ഇനി ഇയാൾ മൊത്തം പഴയ അവസ്ഥയിലേക്ക് കൊണ്ടുവന്നേക്കാൻ നമുക്ക് കപ്പെല്ലാം കുറെ നിരത്തി വെച്ചിട്ട് ആന്തരിക അവയവങ്ങളേക്കൊന്നും പ്രശ്നത്തിലാക്കേണ്ട കാര്യമില്ല. പിന്നെ പ്രഗ്നൻസി പീരീഡിൽ ഫസ്റ്റ് ടൈമിൽ ഒരു 3 മാസത്തേക്കൊന്നും ചെയ്യാതിരിക്കലാണ് നല്ലത്. ചിലപ്പോൾ നമ്മുടെ ശരീരത്തിൽ നമ്മുടെ ഇടപെടൽ മൂലം പോകേണ്ടതായിരിക്കും. അതിപ്പം പിന്നെ പല അവസ്ഥയിലും പിന്നെ പോകാതിരിക്കുകയും പോഷണമായി പോകാതിരിക്കുകയും, പോകണ്ടെന്ന് പറഞ്ഞാൽ പോകാതിരിക്കില്ല, പോകാൻ പറഞ്ഞാൽ പോകാതിരിക്കത്തില്ല, തിരിഞ്ഞു മനസ്സ് സംഭവിക്കത്തില്ല. നമ്മുടെ ഒരു പിന്നെ നിസാർ മുഖദർ സാറിന് 4 മാസം ഓരോ കുട്ടിക്ക് ആയ സമയത്ത് അടുത്ത പെട്ടെന്ന് വൈഫ് സാറിനല്ല സാറിന്റെ വൈഫിന് പെട്ടെന്ന് ചിലർക്ക് നമ്മൾ പറഞ്ഞു കഴിയുമ്പോൾ ചിലർ ഓടി ഒരു പണി തരാം. പിന്നെ അപ്പൊ സാറ് പഠിച്ച 18 നോക്കി ഇതൊന്ന് അദ്ദേഹത്തിന് പഠനത്തിനോട് വേണ്ടി പഠിച്ച അദ്ദേഹം പറയുന്നത് ഇതൊരു റബ്ബിന്റെ അല്ലെങ്കിൽ ഒരു എനർജി ഇടപെടലാണ്, പഠിക്കാനും സഹായിക്കുമല്ലോ. അങ്ങനെ അദ്ദേഹം അക്യുപഞ്ചറിസ്റ്റുകളോടും അദ്ദേഹത്തിന് മുകളിൽ പഠിച്ചവരോടും നാച്ചുറോപ്പത്തിസ്റ്റുകളോടൊക്കെ ചോദിച്ചു. അവർ പറഞ്ഞു എന്ത് ചെയ്താൽ മതി, അക്യുപഞ്ചറിലുള്ള പോയിന്റ് പറഞ്ഞു കൊടുത്തു. ആ പോയിന്റ് കുത്തിയാൽ എന്തായാലും അബോർഷൻ ആവുന്നു. അതില്ല, കാരണം അതിനേക്കാളൊക്കെ പവർഫുൾ ആണ് എന്ത്, ജീവശക്തി. ശക്തിയുള്ള 10,000 കണക്കിന് കോശങ്ങൾ ഒരു ഏറ്റവും പവർഫുൾ ആയ കോശം കയറി ഉള്ളിൽ പിടിച്ചിരുന്നു കഴിഞ്ഞാൽ അങ്ങനൊന്നും പിന്നെ നമ്മൾ വെട്ടരുവ് എടുത്താലേ അത് പോകുള്ളൂ, അല്ലാത്തടത്തേക്ക് അത് പോകത്തില്ല. ചിലരങ്ങനെയാണ് വീട്ടിൽ കയറി വെട്ടരുവ് എടുത്താണ് നമ്മൾ ഓടിക്കുന്നത്. യഥാർത്ഥത്തിൽ അതിനെ കളയാം, അതെല്ലാം നടക്കത്തില്ല. അദ്ദേഹം ഹീൽ ചെയ്ത് നോക്കി. പിന്നെന്താണ്, നമ്മൾ പാല് കൊടുത്താൽ മുലപ്പാല് കൊടുത്താൽ കുട്ടികൾക്ക് കൊടുത്താൽ അടുത്തതാവില്ല എന്നൊരു സംഗതി ഉണ്ടല്ലോ, അതിൽ ഓപ്പണായി പിന്നെ യൂട്രസ് ഓപ്പണായി പോകുന്നൊരു സംഭവമുണ്ട്. അതും ആയില്ല. എന്തായാലും അദ്ദേഹം അടുത്ത പ്രസവം വരെയും പഴയ കുട്ടിക്കും പാല് കൊടുത്തു. തുടർന്ന് പ്രസവത്തിന് ശേഷം 2 പേർക്കും കൊടുത്തു. അവിടെ സ്വാഭാവികമായിട്ട് സംഭവിച്ചു. അതുകൊണ്ട് അങ്ങനെ ഒന്നും പിന്നെ സ്വാഭാവികമായിട്ട് പ്രഗ്നന്റ് ആയി കഴിഞ്ഞാൽ നമ്മൾ പാല് കൊടുക്കാത്ത സ്വഭാവമുണ്ട് അല്ലേ. പണ്ടൊക്കെ പാല് മോശമാണ് അങ്ങനെ കണ്ടിട്ട് കൊടുക്കാത്ത ആൾക്കാരൊക്കെ ഉണ്ട്. അതൊന്നുമില്ല. പിന്നെ ആ ഒരു കൺസെപ്റ്റൊക്കെ തെറ്റാണ്. എന്തെങ്കിലും അർത്ഥത്തിൽ കൊടുക്കുന്ന സമയത്ത് സ്ത്രീ ഈ ഉമ്മക്ക് എന്തെങ്കിലും ഈ മാതാവിന് എന്തെങ്കിലും പ്രയാസം ഉണ്ടെങ്കിൽ ഒഴിവാക്കാം, അതല്ലാതെ ഒഴിവാക്കേണ്ട കാര്യം ഇല്ല. അതുപോലെ ഡയാലിസിസ് ചെയ്യുന്ന പേഷ്യൻസിനെ നമ്മൾ ഏറ്റെടുക്കേണ്ട കാര്യമില്ല. കാരണം അതൊരു വേറൊരു ഘട്ടത്തിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. മരണം മുന്നിൽ കണ്ടാണ് പോക്ക് പോകുന്നത്. യന്ത്രം വർക്ക് ചെയ്യുന്ന അവസ്ഥയാണ്. അതിൽ നമ്മൾ നാച്ചുറലിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മുടെ ഇടപെടൽ നടക്കുന്ന സമയത്താണ് എന്തെങ്കിലും സംഭവിച്ചാൽ നമുക്ക് റിസ്ക് എടുക്കണം. അതുകൊണ്ട് നിൽക്കണ്ട. ഒരു രക്തം നൽകിയ ഉടനെ അല്ലെങ്കിൽ ആ അടുത്ത ദിവസങ്ങളൊന്നും ചെയ്യേണ്ട. ഓൾറെഡി രക്തം കൊടുത്തു കഴിഞ്ഞല്ലോ, അതിലൂടെ ഒന്നും ഈ പണി നടന്നിട്ടില്ല. പക്ഷെ ശരീരത്തിൽ ചില സമയങ്ങൾ കുറവ് വരുന്നുണ്ട്. അതിനോട് നമ്മൾ ഇതുകൂടെ ചെയ്യാൻ നിൽക്കണ്ട. അതുപോലെ പേസ് മേക്കർ വെച്ചവർ പിന്നെ ലങ്സിന്റെ ഇത് ഇടിക്കാൻ വേണ്ടി ബാലൻസ് ചെയ്യാൻ വേണ്ടി വെച്ചിരിക്കുന്ന പേസ് മേക്കർ വെച്ചവർക്കും നമ്മൾ കൊടുക്കണ്ട. പിന്നെ ഹിജാമയുടെ അനുസരിച്ച് ബുധനാഴ്ച ചെയ്യരുതെന്നാണ് പറയുന്നത്. കപ്പിങ്ങിൽ ചെയ്യുന്നതിന് കുഴപ്പമില്ല, നമ്മുടെ സിസ്റ്റം വേറെ ആയതുകൊണ്ട് ചെയ്യാം. പിന്നെ മനസ്സിന്റെ ഒരു അനുസരിച്ച് ബുധനാഴ്ച ദിവസം ഹിജാമ ഒഴിവാക്കാനാണ് പ്രവാചക വൈദ്യത്തിൽ നമ്മൾ കാണുന്നത്. പിന്നെ ഭക്ഷണം കഴിച്ച ഉടനെ പാടില്ല, കുളിച്ച ഉടനെ പാടില്ല. പ്രത്യേകിച്ച് പിന്നെ ചൂടുവെള്ളത്തിൽ കുളിച്ച ഉടനെ ചെയ്യരുതെന്നാണ് പ്രത്യേകം പറയുന്നത്. കുളിച്ച ഉടനെ അല്ല ചെയ്യേണ്ടത്. പിന്നെ അതുപോലെ ഓടി കതിച്ച് വരുത്താൻ ചെയ്ത് കൊടുക്കരുത്. മനസ്സിലായില്ലേ? ഓടി കതിച്ചിട്ട് ഞാൻ ബുക്ക് ചെയ്ത സമയമാണെന്നൊക്കെ പറഞ്ഞ് ഓടി വന്നാൽ ഉടനെ കൈക്കിടത്ത് ചെയ്യരുത്. അതൊക്കെ ചിലപ്പോൾ പ്രശ്നം ഉണ്ടാക്കും. ഛർദ്ദിച്ചുകൊണ്ട് ചെയ്യാൻ പാടില്ല. വിളർച്ച പ്രശ്നങ്ങളുള്ള തലകറക്കം, ബോധക്കേട് അങ്ങനെയൊക്കെ വന്നവർക്കൊക്കെ ഉടനെ ചെയ്തു കൊടുക്കരുത്. അപ്പോൾ ചെയ്യുന്ന സമയത്തും തലകറക്കം അങ്ങനത്തെ പ്രശ്നങ്ങൾ വന്നാൽ ചെയ്യുന്ന സമയത്തും ചിലർക്ക് ചെയ്തു കഴിഞ്ഞാൽ ഉടൻ ആ സെക്കൻഡ് ചിലപ്പോൾ കപ്പൊക്കെ വെച്ച് ഒരു ബുദ്ധിമുട്ടൊക്കെ വരാൻ സാധ്യതയുള്ളവരുണ്ട്. അങ്ങനെ വന്നാൽ പെട്ടെന്ന് കപ്പ അയച്ചു വിടുക, ആളെ ഫ്രീ ആയിട്ട് കിടത്തുക. വേണമെന്ന് കാല് ജസ്റ്റ് പൊക്കി വെച്ച് കൊടുത്താൽ രക്ത ഓട്ടം ക്ലിയർ ആയിക്കോളും. പിന്നെ സ്ത്രീകൾ തന്നെ ചെയ്യുക, പുരുഷന്മാർക്ക് തന്നെ ചെയ്യുക. പിന്നെ ബോധം കെടുകയൊക്കെ ചെയ്താൽ എന്തെങ്കിലും മധുരം കൊടുക്കാം, തേൻവെള്ളം കൊടുക്കാം, മുഖത്ത് ജസ്റ്റ് ഒന്ന് വെള്ളമൊക്കെ തളിച്ചു കൊടുക്കാം. വെള്ളം ഒഴിക്കരുത് കേട്ടോ. ബോധമൊക്കെ കെട്ടുപോകുന്നതൊക്കെ അല്ലെങ്കിലും നമ്മൾ പിന്നെ ഒരുപാട് വെള്ളം എടുത്തു കഴിഞ്ഞാൽ വലിയ പ്രയാസം ഉണ്ടാക്കുക. അത് ചിലപ്പോൾ നമുക്ക് അസ്വസ്ഥ ഉണ്ടാക്കാൻ അതുണ്ട്. നമുക്ക് തന്നെ അറിയാം, അക്യുപഞ്ചറിന്റെ പോയിന്റ്സുകളിലാണ് ഈ വെള്ളം ഒരു പരിധി വരെ അല്ല സാറേ. ആ ഒരു നമ്മൾ സൂചി കുത്തുന്നതിന്റെ പോലുള്ള പോയിന്റുകളിലാണ് ഈ വെള്ളം വീഴുമ്പോൾ തളിക്കുന്നത്. പണ്ടേ ബോധം കിടുമ്പോൾ ആൾക്കാർ ചെയ്യുന്നത് വെള്ളം തളിക്കുക എന്നല്ലേ പറയുന്നത്.
കുടയാണ് ചെയ്യുന്നത്. കൂടുതൽ വെള്ളം ഒഴിക്കലോ അല്ലെങ്കിൽ അതിന്റെ മുഖം കഴുകലൊന്നും ആവശ്യമില്ല. അതും ഈ പോയിന്റ്സുകളിൽ വെള്ളം വീഴുമ്പോൾ ഉണരുന്നത് ഒരു സിസ്റ്റം തന്നെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് നമുക്ക് സന്ദർഭവശാൽ പറഞ്ഞതാണ്. പിന്നെ ചെയ്യുമ്പോൾ പിന്നെ ഡ്രൈ കപ്പ് അല്ലെങ്കിൽ ഹാർഡായിട്ട് ചെയ്യുക, സോഫ്റ്റ് ആയിട്ട് ചെയ്യാം, മീഡിയം ചെയ്യാം. കാരണം ഇത് കപ്പ് വലിക്കുന്നത് അയാൾക്ക് അസ്വസ്ഥ വരാത്ത രീതിയിലായിരിക്കും. കുട്ടികൾ പ്രായമുള്ളവരിലൊക്കെ സോഫ്റ്റ് ആയിട്ട് ചെയ്യാൻ പാടുള്ളൂ. വളരെ ചെറിയ കുറഞ്ഞ സമയം കൊണ്ട്. പിന്നെ നല്ല ആരോഗ്യവാന്മാരാണെങ്കിൽ നമുക്ക് ഹാർഡായിട്ട് ചെയ്യാം. കുറച്ച് അധികം വലിച്ചിട്ട് 2-3 പ്രാവശ്യം വലിച്ചുകൊണ്ട് നമുക്ക് ടൈറ്റ് ചെയ്യാം. മറ്റേ പ്രായമായ കുട്ടികളൊക്കെ ആണെങ്കിൽ ഒന്നൊക്കെ വലിച്ചിട്ട് ചെയ്യാവുള്ളൂ. കാരണം ഇത് അധികം വലിച്ച് ചെയ്യുമ്പോൾ ശരീരത്തിന് അസ്വസ്ഥതകൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ലോ ആയിട്ടും മീഡിയം ആയിട്ടും ഹാർഡായിട്ടൊക്കെ ചെയ്യാം. പിന്നെ മുറിവിന്റെ ആഴം അത് നമ്മൾ പറയുന്നത് പോക്കറ്റ് അടിക്കാരെ പോലെയാണ്. പോക്കറ്റ് തയ്ക്കുന്ന സംഗതിയല്ല, പോക്കറ്റ് അടിച്ചുകൊണ്ട് പോകുന്ന രീതിയിലാണ്. എന്ന് പറഞ്ഞാൽ തൊലി അറിയാതെ അല്ലെ പാൻറ് കട്ട് ചെയ്തിട്ട് ഉള്ളിൽ മുറിയാതെ ആരാണ് പോക്കറ്റ് അടിക്കാർ ബ്ലേഡ് കൊണ്ട് വരയുന്നത് എന്ന് പറയുന്ന പോലെ 2 ഇല വെച്ചാൽ മേളിലെ ഇല മുറിയണം, താഴത്തെ ഇല മുറിയരുത്. അത്ര ആഴത്തിൽ മുറിക്കാൻ പാടുള്ളൂ. ഹാർഡായിട്ട് ഞരമ്പുകളിലൊന്നും കയറിയിട്ട് മുറിക്കരുത് കേട്ടോ. എവിടെയെങ്കിലൊക്കെ കപ്പിങ് ചെയ്തിട്ട് ഞരമ്പിലൊക്കെ മുറിവുണ്ടാക്കിയാൽ ഈ ഒരു ചികിത്സയാണ് അവിടെ മോശമാക്കാൻ എത്തിച്ചേക്കാൻ വാക്കുകൾ കാത്തിരിക്കുന്നത്. ആർക്കും ചെയ്യരുത്. ഞാൻ പേടി ചെയ്യാതിരിക്കാനല്ല, ആർക്കും ചെയ്യാവുന്നതാണ്. പക്ഷെ വളരെ ചെറിയ ഡോട്ട് മുകളിൽ സംഭവിച്ചാൽ മതി. ഉള്ളിലേക്കൊക്കെ നമുക്ക് ചെയ്ത് എക്സ്പീരിയൻസ് ആകുമ്പോൾ മനസ്സിലാവും എത്ര ആഴത്തിൽ മുറിക്കാം, എവിടെ വരെ ചെയ്താൽ പ്രശ്നമില്ല, ഏതൊക്കെ ഭാഗത്ത് എത്ര ആഴം കൂട്ടാൻ കുറയ്ക്കാം എന്നൊക്കെ നമുക്ക് മനസ്സിലാവുന്നത് ചെയ്ത് വരുമ്പോഴാണ്. അപ്പോൾ അതിന്റെ ആഴം എന്ന് പറയുന്നത് 1 മില്ലിമീറ്ററിന്റെ താഴെയാണ്. 5 മില്ലിമീറ്റർ വരെ നീളമാവാം. ഒരു 10 മുറിവ് വരെ ഒരു കപ്പിനുള്ളിൽ ആദ്യമേ ചെയ്താൽ മതി. പിന്നെ 2-3 ആവർത്തി നമുക്ക് ബ്ലഡ് എടുത്ത് കളയാം. കപ്പിനുള്ളിൽ നിന്നും 2-3 ആവർത്തി നമുക്ക് ബ്ലഡ് എടുത്ത് കളയാം. പറയുന്നത് മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലെ? ഏകദേശം ഐഡിയ മനസ്സിലാവുന്നുണ്ടല്ലോ. പിന്നെ ബാക്കി ചെയ്യുമ്പോൾ ഇൻഷാല്ലാഹ് മനസ്സിലാവും. ഒരു ഫ്രീ ആയിട്ട് കേൾക്കുക. ഇത് എന്തൊക്കെയോ ഇവിടെ സംഭവിക്കും. ഇത്രയും സ്പീഡിൽ കാര്യങ്ങൾ പറഞ്ഞു പോകുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് ഇനിയിപ്പം വരുന്നത് വെച്ച് കാണാമെന്ന് പറഞ്ഞ് അലസമായിട്ടിരിക്കണം. ശ്രദ്ധിച്ച് തന്നെ കേട്ടോ. കേൾക്കുന്ന അത്രയും നമുക്ക് ഉള്ളിലേക്ക് ഇറങ്ങും. പിന്നെ 2-3 പ്രാവശ്യം ഒന്ന് ബ്ലഡ് എടുത്ത് കളഞ്ഞാൽ വേണം ക്ലീൻ ചെയ്ത് വിടാം. അല്ലെങ്കിൽ ബ്ലഡൊക്കെ വരുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ സമയം ഉണ്ടെങ്കിൽ ഇയാളും നമ്മളൊക്കെ ഫ്രീ ആണെങ്കിൽ കൂടുതൽ ചെയ്താൽ മതി. ഇയാൾ പെട്ടെന്ന് പോയി വേണം. ഒരു അസ്വസ്ഥത ഉണ്ടായിക്കൊണ്ട് വീണ്ടും ചെയ്യണ്ട. ഒരാവർത്തി വീണ്ടും ചെയ്യാം. അതേ സ്ഥലത്ത് തന്നെ ഒന്ന് ക്ലീൻ ചെയ്തതിനു ശേഷം വീണ്ടും കപ്പ് വയ്ക്കാം. അങ്ങനെ 3 ആവർത്തി വരെ നമുക്ക് ചെയ്യാവുന്നതാണ്. പിന്നെ ഒരു 24 മണിക്കൂറെങ്കിലും പിന്നെ റെസ്റ്റ് വേണം. ചെയ്താൽ ഒരു 24 മണിക്കൂർ വരെ റെസ്റ്റ് നല്ലതാണ് അത്യാവശ്യമാണ്. പിന്നെ അതൊരു ശരീരത്തിന്റെ പ്രക്രിയയും ഉള്ളിലെ പിന്നെ ഹീലിംഗ് ഒക്കെ നടക്കാനുള്ള ഒരു ടൈം എന്നൊക്കെയാണ് ചെയ്യുന്നത്. പിന്നെ 3 ദിവസം വരെയൊക്കെ ചെയ്യാൻ പറയുന്നുണ്ട്. അത്രയും പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇയാള് ചികിത്സയിലേക്ക് വരത്തില്ല അല്ലെ. ഒരു ചികിത്സ 3 ദിവസമൊക്കെ ചെയ്യാൻ പറഞ്ഞാൽ അല്ല, സർജറി ആണെങ്കിൽ ആദ്യമേ അവധിക്ക് 3 മാസം 6 മാസവും പിന്നെ റെസ്റ്റ് പറയുന്നുണ്ട്. അത് ഓക്കെയാണ്. ഇതിലേക്ക് ആൾക്കാർ വരാൻ താമസം കാണിക്കും. റെസ്റ്റ്, അധ്വാനം, യാത്ര ഇതൊക്കെ ഒഴിവാക്കാം. അതുപോലെ സെക്സൽ ബന്ധങ്ങൾ ഒക്കെ ആ ഒരു ദിവസമെങ്കിലും ഒഴിവാക്കുക എന്നുള്ളതാണ്. പിന്നെ അവരെ ചെയ്യുന്നത് രോഗമുള്ള അവയവങ്ങൾക്ക് പുറത്ത് ചെയ്യാം, അല്പം മാറ്റി ചെയ്യാം, അകന്ന സ്ഥലത്ത് ചെയ്യാം. അങ്ങനെ 2-3 സിസ്റ്റത്തിൽ ചെയ്യാം. ഒന്ന് ഉള്ളിലെ അവയവങ്ങൾ പയറിനാണ് പ്രശ്നം മനസ്സിലായത്, ഹാർട്ടിന്റെ പ്രശ്നം അല്ലെങ്കിൽ ഹാർട്ടിന് രോഗമുണ്ട്, ഓർഗൻസ് ലെവലിലാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ ആ സമയത്ത് പിന്നെ അതിന്റെ പുറത്ത് നമ്മൾ കപ്പ് ചെയ്യുന്നു. ഇനി ഇല്ലെങ്കിൽ അതിൽ നിന്ന് അല്പം മാറ്റിക്കൊണ്ട് കുറച്ച് പല സിസ്റ്റമാണ്. അതൊക്കെ ഒരുപാട് വിശദമായ ക്ലാസ് എടുക്കേണ്ടതാണ്. അല്പം മാറ്റി ചെയ്യാം. ഇനി ഇല്ലെങ്കിൽ അവയവങ്ങളെ പ്രതിദാനം ചെയ്യാത്ത പോയിന്റ്സ് ഉണ്ട്. ഞാനിപ്പോ സുന്നത്ത് പോയിന്റ് പ്രോയം പഠിപ്പിച്ച കൂടുതൽ ഈ ഒരു പറയുമ്പോൾ മസാല പറയുന്നത് നമ്മള് പിന്നെ C4 എന്താണ് മുകളിലെ പോയിന്റ് അല്ല, ഡി അല്ല, നമ്മുടെ പിന്നെ ഈ നട്ടലോട് ബന്ധപ്പെട്ടിട്ട് പഠിപ്പിക്കുന്നതിൽ ഈ പോയിന്റ് എന്താ പറയുന്നത്? നമ്മുടെ ക്രോസിക്കാണോ ഫസ്റ്റ്? സെർവിക്കൽ അല്ലേ? S4 S7 ആണോ? ആ സിസ്റ്റം ആണോ പറയുന്നത്? സെർവിക്കൽ ലുംബാർ ഏറ്റവും കൂടുതൽ സെർവിക്കല്ലേ? ആ രീതിയിലാണ്. അതിന്റെ ഒരു പോയിന്റാണ് പറഞ്ഞാൽ എളുപ്പത്തിൽ നോക്കിയത്. അപ്പൊ ഈ ഒരു ഇങ്ങനെ വിളിക്കുമ്പോൾ ആ കഴുത്താണെങ്കിൽ തീരുന്ന പോയിന്റ്, ജോയിൻ ചെയ്യുന്ന പോയിന്റാണ് സുന്നത്ത് പോയിന്റ് എന്ന് പറഞ്ഞ് നമ്മൾ ചെയ്യുന്നത്. പിന്നെ വേണമെങ്കിൽ അവയവങ്ങൾ ഭാഗത്ത് ഈ 2 സൈഡിൽ ചെറിയ കപ്പുകൾ വെച്ചുകൊണ്ട് നമുക്ക് ചെയ്യാം. പിരടിയിലും പിന്നെ ഈ സുന്നത്ത് പോയിന്റിലും ഹിജാമ് ചെയ്തിരുന്നു എന്നാണ് പ്രവാസിലൊക്കെ നമ്മൾ കാണുന്നത്. ഈ കഴുത്തിന്റെ ഈ ചെവിയുടെ പുറം വരുന്ന കഴുത്തിന്റെ ഈ 2 ഭാഗത്തും
ഈ പറഞ്ഞ ഒരു സെന്ററിൽ 3 പോയിന്റിൽ നമുക്ക് വേണമെങ്കിൽ സ്ത്രീകൾക്ക് പോലും നമുക്ക് ചെയ്തു കൊടുക്കാൻ സാധിക്കും. പുരുഷന്മാർക്ക് വേണമെങ്കിൽ നമ്മുടെ കുടുംബത്തിലൊക്കെ പെട്ട അതെ ഇതിന്റെ പുറകിലും പിന്നെ ആ ഒരു പോയിന്റിൽ കൂടെ ചെയ്തുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ മറ്റുള്ളവർക്ക് ചെയ്തു കൊടുക്കാൻ സാധിക്കുന്ന ഒരു പോയിന്റാണ്. പിന്നെ ബ്ലേഡ് കൊണ്ട് ചെയ്യാം, സർജിക്കൽ ബ്ലേഡ് കൊണ്ട് ചെയ്യാം, പെൻ കൊണ്ട് ചെയ്യാം, ഹിജാമ പെൻ കൊണ്ട് ചെയ്യാം. ഇതൊക്കെ പല സിസ്റ്റം കൊണ്ട് നമുക്ക് മുറിവുണ്ടാക്കാം. സാധാ ബ്ലേഡൊക്കെ ഉപയോഗിക്കുന്നത് നിയമപരമായി വിരുദ്ധമാണ്, മനസ്സിലല്ലേ? നിയമപരമായിട്ട് മറ്റുള്ള ഇതെല്ലാം ഹെൽത്ത് ഇൻസ്പെക്ടർമാരോ മറ്റുള്ള കയറി വന്നു കഴിഞ്ഞാൽ ഈ ബ്ലേഡ് കൊണ്ട് മനുഷ്യരിൽ കൊണ്ടുവയ്ക്കുന്നുണ്ടാൽ അത് മതി പണി കിട്ടാൻ. അതുകൊണ്ട് നിർബന്ധം സർജിക്കൽ ബ്ലേഡൊക്കെ വാങ്ങിയെങ്കിലും വയ്ക്കണം സ്ഥലത്ത് അടുത്ത്. ഇൻഫെക്ഷനൊന്നും ഉണ്ടാകുന്നില്ല, അങ്ങനെ ചരിത്രമൊന്നുമില്ല. എന്നാലും മനുഷ്യരിൽ ബ്ലേഡ് മുട്ടിയാൽ കൊള്ളുന്നതാണ്. എന്തെല്ലാം നടക്കുമ്പോൾ എന്തൊക്കെ മുറിയുന്നു ഇല്ലേ, മനുഷ്യൻ മരിച്ചു പോകുന്നുണ്ട്, അങ്ങനെയൊന്നും സംഭവിക്കില്ല. പക്ഷെ നിയമപരമായി ഇന്നത്തെ സാഹചര്യത്തിൽ നമ്മൾ ഇതിനെ പരമാവധി മോശമാക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. അതുകൊണ്ട് സർജിക്കൽ ബ്ലേഡ് അല്പം വാങ്ങി വയ്ക്കുക, അടുത്തെങ്കിലും വെച്ചേക്കുക. അതിനാകുമ്പോൾ 6 രൂപ 7 രൂപ വില വരും. മറ്റേ ബ്ലേഡിനാകുമ്പോൾ 50 പൈസ, 1 രൂപ മേടിച്ചാൽ 2 രൂപ മേടിച്ചാൽ പകുതി മുറിച്ചാലും 1 രൂപയെ മുടക്ക് വരുള്ളൂ. ആർത്തത്തിലേക്കാണ് മനുഷ്യനെ കൂടുതൽ ഉപയോഗിക്കുന്നത്. പിന്നെ ചെയ്യാൻ എളുപ്പം സാധാ ബ്ലേഡാണ് പലപ്പോഴും. അതിന് പ്രയാസമുള്ളവർ പെന്ന് ഉപയോഗിക്കുക. സൂചി ഇട്ടിട്ട് നമുക്ക് ഈ അക്യുപഞ്ചർ ചെയ്യുന്ന വളരെ ചെറിയ സൂചി ഇട്ടിട്ട് നമുക്ക് പ്രസ് ചെയ്ത് കൊടുക്കുന്ന പെൻ ഉപയോഗിച്ച് ലാൻസെറ്റും ഉപയോഗിച്ചിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ചെയ്യുന്ന മുറിവുകൾ കൂട്ടിമുട്ടരുത്. പിന്നെ ഒരു പ്രാർത്ഥന ഉണ്ടാവുക. ചെയ്യുന്ന സമയത്ത് ഒരു പ്രാർത്ഥനയോട് ചെയ്യുക. രോഗിയാണ് ചികിത്സിക്കുന്നത്, നമ്മളൊരു കാരണക്കാരനാവുകയാണ്, അതിൽ ബലം ഉണ്ടാവണം, പ്രശ്നങ്ങൾ ഉണ്ടാവരുത്, പിന്നെ അഹങ്കാരം ഉണ്ടാവരുത്. അല്ല ഞാനാണ് ചെയ്യുന്നത്, ഞാൻ ഭയങ്കര വൈദ്യനാണ്, അതുകൊണ്ട് ഇനി എക്സ്പീരിയൻസ് ആകുമ്പോൾ ഈ പ്രാർത്ഥന വേണ്ട എന്നൊരു മൈൻഡൊന്നും കരുതരുത്. ഓരോ രോഗിയും പുതിയതാണ്, ഓരോ സംഭവങ്ങളും പുതിയ പുതിയ സംഭവങ്ങളാണ്. നമ്മൾ ഇതുപോലൊരു കേസ് ഇന്നും അറ്റൻഡ് ചെയ്തിട്ടില്ല. ഉണ്ടോ? ഒരു രോഗി വരുന്നു, അതുപോലത്തെ കേസ് നമ്മൾ അറ്റൻഡ് ചെയ്തിട്ടുണ്ടോ? ഇല്ല, അത് വേറെ കേസായിരുന്നു. ഇതൊരു പുതിയ കേസാണ്. അപ്പൊ അങ്ങനെ ഓരോ സംഗതികളും പുതിയതാണ്, ഓരോന്നും പ്രാക്ടീസാണ്. മരണം വരെയും അലോപ്പതി ഡോക്ടർമാരാണ് എന്ത് പദമാണ് ഉപയോഗിക്കുന്നത്? പ്രാക്ടീസ് അല്ലേ? വീണ്ടും വീണ്ടും അവർ പുതിയ പുതിയ പഠനങ്ങൾ തന്നെയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഫുള്ളായിട്ട് പിന്നെ പഠിച്ചു തീർന്നു എന്ന് ആരും വിചാരിക്കരുത്. ഓരോ കേസുകളെയും പുതുതായി തന്നെ കാണുക. അതുപോലെ രോഗിയോട് പ്രാർത്ഥിക്കാൻ പറയുക. ഇത് മറ്റൊരു കൺസെപ്റ്റുണ്ട്. കപ്പിങ് എന്ന് പറഞ്ഞാൽ ബ്ലഡ് എടുത്ത് കളയലാണ്. ബ്ലഡിലാണ് എന്ത് യാത്ര ചെയ്യുന്നത്? മനുഷ്യ ശരീരത്തിൽ പിശാച് പ്രവർത്തിക്കുന്നതും എവിടെയാണ്? രക്തത്തിലാണെന്ന് നമുക്ക് ഹദീസുകളിലൊക്കെ കാണാവുന്നതാണ്. ആ അർത്ഥത്തില് നമുക്ക് ചെയ്യുമ്പോഴും നെഗറ്റീവായ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പുറത്തു പോകുന്ന ഒരു സഹായകരമായ സംഗതി കൂടെയാണ് കപ്പിങ്. അതുകൊണ്ട് ഇനി ഞാൻ പഠിക്കുന്നില്ല. ചെയ്യുന്ന കപ്പി കൂടെ ചെയ്ത്താൻ ചടി വരും അല്ലെ, വലിയ ചെയ്ത്താൻ ചെറുതിന്നൊക്കെ നമ്മളൊക്കെ അടിക്കും. അങ്ങനെയൊന്നും വിചാരിക്കരുത്. ഒരു വൈദ്യൻ എന്ന നിലയ്ക്ക് പോസിറ്റീവായിട്ടുള്ള വിഷയങ്ങളെല്ലാം കേൾക്കേണ്ടത് നന്നായിട്ട് മനസ്സിലാക്കാൻ. അവിടെ തെറ്റിദ്ധാരണ വെച്ച് മനസ്സിലാക്കരുത് കേട്ടോ. ഇതിനകത്ത് 10 മനുഷ്യരും 10 ചെയ്ത്താനാണ് കിടക്കുന്നത്. ബ്ലഡിലെല്ലാം കുടിക്കുമ്പോൾ ചെയ്ത്താൻ ഈ ചാടിച്ചെല്ലാം പോകും. നമ്മൾ സിനിമയിലെ കാണുന്ന കൂടി ചെയ്ത്താൻ, പിന്നെ മറ്റേ ഉർവശി പിടിക്കുന്ന കൂടി ചെയ്ത്താൻ, പിന്നെ ശോഭന കട്ടിൽ വെക്കുന്ന കൂടി ചെയ്ത്താൻ, അതൊന്നുമല്ല. ഒരു ശരീരത്തിൽ എന്തെങ്കിലും നെഗറ്റീവ് ഒരു ഫീലിങ്സ് ഉണ്ടെങ്കിൽ അതുകൂടെ രക്തത്തിലൂടെ പുറത്തു പോകുന്നു എന്നൊരു കാഴ്ചപ്പാട് വെച്ചുകൊണ്ട് നമുക്ക് ദൈവിക വചനങ്ങൾ എന്താണോ വിശ്വാസത്തിന്റെ ഭാഗമായിട്ടുള്ള ഏറ്റവും നല്ല മുസ്ലിങ്ങൾക്കാണ് ആയത്തിനെക്കുറിച്ച് ഫാത്തിഹ, അത് ചെയ്യുന്ന ആർക്കും ഉപയോഗപ്പെടുത്താം. മറ്റുള്ളവർക്കാണെങ്കിൽ നല്ല വചനങ്ങൾ, ദൈവത്തെ പ്രവർത്തിക്കുന്ന നല്ല വചനങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അത് ചെയ്യാവുന്നതാണ്. ഒരു ബിസ്മി പറഞ്ഞുകൊണ്ട് പ്രവർത്തിച്ചുകൊണ്ട് തുടങ്ങുക. ഒരാൾക്ക് ഉപയോഗിക്കുന്ന ഒരു സാധനം മറ്റൊരാൾക്ക് ഉപയോഗിക്കാതിരിക്കുക. കപ്പ് വേണമെങ്കിൽ ഉപയോഗിക്കാം. ക്വാളിറ്റിയുള്ള കപ്പാണെങ്കിൽ, നല്ല കപ്പുകൾ ഡിസ്പോസൽ കൊണ്ട് അല്ലാത്തതുകൊണ്ട് ഡിസ്പോസൽ ആണെങ്കിൽ ഉപയോഗിക്കാതിരിക്കുക, കളയുക. നല്ല ക്വാളിറ്റിയുള്ള കപ്പാണെങ്കിൽ കഴുകി ഉപയോഗിക്കുക. രക്തക്കറകളൊക്കെ പിടിക്കുന്ന കപ്പാണെങ്കിൽ വലിച്ചെറിഞ്ഞേക്കുക. ചില കപ്പിൽ ബ്ലഡൊക്കെ പിടിച്ചിരിക്കും, നമ്മൾ കഴുകാൻ പോയാൽ പിന്നെ തേച്ച് കഴിയണം. അപ്പം ഇതിൻ്റെ ആ ഗ്ലേസിംഗ് ഒക്കെ പോകും. അപ്പോൾ ഇൻഫെക്ഷനൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. സാധാരണ നോർമലി അഴുക്കില്ലെങ്കിൽ അത് നമുക്ക് ക്ലീൻ ചെയ്ത് ഉപയോഗിക്കാൻ വേണമെങ്കിൽ. ഒരാൾക്ക് തന്നെയാണെങ്കിൽ ഏത് കപ്പ് ഉപയോഗിക്കാം, മറ്റുള്ളവർക്ക് ഉപയോഗിക്കേണ്ട. കാരണം നിയമപരമായ ചില പ്രശ്നങ്ങളൊക്കെ ഉള്ളത് കൊണ്ടാണ് കൂടെ നമ്മൾ അങ്ങനെ പറയുന്നത്. അതുപോലെ എന്തെങ്കിലും ആക്സിഡന്റ് അങ്ങനെയൊക്കെ പറ്റിയ ഭാഗത്ത് ചെയ്ത് കൊടുക്കരുത്. എന്തെങ്കിലും സർജറി ചെയ്ത് കുളവാക്കി വെച്ചിട്ടുണ്ടാവും അവര്, അല്ലെ വെൽഡിംഗ് ഒക്കെ ചെയ്ത് തൊട്ട് ഒഴിച്ചൊക്കെ വെച്ചിട്ടുണ്ടാവും. നമ്മൾ കപ്പ് വെച്ച് 4 വലി വലിക്കുമ്പോൾ ടക്ക് ചെയ്യുന്നത് അത് വിട്ടുപോകും. പിന്നെ ഹിജാമ ചെയ്താണ്ട് കുഴപ്പമാവും ഈ പ്രശ്നങ്ങളൊക്കെ. അതുകൊണ്ട് അത് സൂക്ഷിച്ച് സംഗതി മനസ്സിലായല്ലോ. എന്തെങ്കിലും സർജറി ചെയ്തിട്ട് അറ്റപ്പറ്റ ഞരമ്പുകൾ മുറിഞ്ഞു പോയി അത് ചെയ്തിട്ട് ഇങ്ങനെ ഒട്ടിച്ചൊക്കെ വെച്ചിട്ട് മനുഷ്യനെ വിട്ടിട്ടുണ്ടാവും വെൽഡിങ് ചെയ്തതുപോലെ. അടുത്ത വർഷോപ്പിൽ പോകുമ്പോഴാണ് സംഗതി കണ്ടുപിടിക്കുന്നത്. അപ്പൊ ഇയാളാണ് ഓടിച്ചതെന്ന് വഴി പറയും. അത് പറയാതിരിക്കണമെങ്കിൽ ആ ഒരു പ്രശ്നമുള്ള ഭാഗത്ത് ചെയ്യരുത്. അത് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറ്റിയിട്ട് ഇൻഷാല്ലാ ചെയ്യാം. പിന്നെ ചെയ്തവർക്ക് പനി ചെറുതായിട്ട് ഫീൽ ചെയ്യാൻ സാധ്യതയുണ്ട്. അവരോടൊക്കെ പറയുക, ഇതിന് ശേഷം പോയി കുളിക്കാൻ പറയുക. പരമാവധി ചെയ്തവരുടെ സോപ്പിട്ട് കുളിക്കരുതെന്ന് പറയുക. കാരണം 2 സംഗതിയാകും. സോപ്പിടുമ്പോൾ കുറവുണ്ടായിരുന്നു എന്ത് സംഭവിക്കും? നീറും അല്ലേ? പിന്നെ പക്ഷെ സോപ്പ് മറ്റുള്ളവർ ഒഴിക്കുന്ന നല്ലതാണെങ്കിലും സോപ്പിന്റെ എന്തൊക്കെ കെമിക്കൽസ് ആണുള്ളത് അത് ശരീരത്തിനുള്ളിലേക്ക് നേർക്കുന്നതിന് പിന്നെ ഈ ചെയ്ത് പോയി കൂടെ ആകുമ്പോൾ അവിടെ കുറച്ച് എളുപ്പത്തിൽ ഉള്ളിലേക്ക് കയറാനുള്ള സാധ്യതയുണ്ട്.
അതുകൊണ്ട് നമ്മൾ സോപ്പില്ലാതെ സാധാ പോലെ വിളിച്ചിട്ട് ഭക്ഷണം കഴിക്കാൻ പറയുക. എന്താണോ അന്നേരം ഫീൽ ചെയ്യുന്നത് അത് ചെയ്യാം. ഉറങ്ങാനാണ് തോന്നുന്നെങ്കിൽ ഉറങ്ങിയാലും മതി. കാരണം ശരീരം എന്താണോ ആവശ്യപ്പെടുന്നത് അത് ചെയ്തു കൊടുക്കുക. അല്ലാതെ ചെയ്തോടനെ ഭക്ഷണം കഴിക്കാൻ പറഞ്ഞിരുന്ന പോയിട്ട് വേറെ നിറച്ച് കഴിച്ചിട്ട് ഓവർലോഡ് ഭക്ഷണവും ഈ പറഞ്ഞ വിശ്രമത്തിന്റെ വിരുദ്ധമാണ്. പിന്നെ നോൺ വെജ് ഭക്ഷണങ്ങളൊന്നും അത് കഴിക്കാതിരിക്കുക പരമാവധി. വെജിറ്റബിൾ ആയിട്ടുള്ള ലഘു ഭക്ഷണങ്ങളാണ് നമുക്ക് ഒരു ദിവസത്തേക്ക് ഏറ്റവും നല്ലത്. ചെയ്യുന്ന സമയത്ത് ചിലപ്പോ ഒരു കുമിള പോലെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഈ കപ്പ് വെച്ച് കഴിയുമ്പോൾ ചില ശരീരത്തിന്റെ പ്രോബ്ലം അനുസരിച്ച് ഉണ്ടാവും. അതൊക്കെ ഉണ്ടെങ്കിൽ അവിടെ മുറിവ് ഉണ്ടാക്കരുത്, അത് നമുക്ക് ഒഴിവാക്കാവുന്നതാണ്. പിന്നെ കൂടുതൽ പോസിറ്റീവായ സംഗതി ചെയ്യുന്ന സമയത്ത് പറയാവുന്നതാണ്. പിന്നെ കൗൺസിലിംഗ് എന്ന ആ ഒരു മൈൻഡിൽ പോസിറ്റീവായ സംഗതിയിൽ ഒരു രോഗം എന്താണ് രോഗം, സമാധാനം, ആ അർത്ഥത്തിൽ എന്നൊക്കെ പറഞ്ഞു കൊടുക്കാം ഈ സമയത്ത് ചെയ്യുന്ന സമയത്ത്. മറ്റ് അന്താരാഷ്ട്ര വിഷയങ്ങളിലേക്ക് പോയി ഭയങ്കര മാനസിക സംഘർഷം ഉണ്ടാക്കുന്ന അവസ്ഥയൊന്നും ഉണ്ടാക്കരുത്. ഒരു ട്രീറ്റ്മെന്റ് സിസ്റ്റം ആണല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഒരർത്ഥത്തില് ഭയങ്കര കുടുംബ വിഷയങ്ങളും കഴിഞ്ഞ ആഴ്ച നമ്മുടെ കുടുംബത്തിന്റെ കാര്യം വിഷയം എന്തായി, അല്ലെങ്കിൽ അത്യാവശ്യം 2 എണ്ണം കൊടുക്കണമെന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആ തരത്തിലുള്ള ചികിത്സകൾ. പിന്നെ എന്തായാലും മറ്റേ നമ്മളെ പണ്ടത്തെ വിഷയം എന്നൊക്കെ വെച്ചിട്ട് ആ തരത്തിലുള്ള വിഷയവും അറിയരുത്. ആണുങ്ങൾക്ക് വേണമെങ്കിൽ സെപ്പറേറ്റ് വിഷയങ്ങളാണല്ലോ. ആണുങ്ങൾ വേറെ വിഷയങ്ങൾ എടുക്കും. കാരണം കമന്ന് അടങ്ങിയിട്ടാണ് നമുക്ക് ആണെങ്കിൽ തിന്നാമല്ലോ. അപ്പോൾ അവിടെ അവരുടെ വീട്ടിൽ അപ്പുറത്തെ കേസ് അതൊക്കെ പറഞ്ഞ കർമ്മ ഈടാക്കിയിട്ട് ഇയാൾക്ക് ഗുണകരമാവുന്ന മനസ്സമാധാനം ഉണ്ടാകുന്ന, ശാന്തി ഉണ്ടാകുന്ന, ഹീലിംഗ് ഉണ്ടാകുന്ന പോസിറ്റീവ് സംഗതികൾ മാത്രം കൊടുക്കാനുള്ള ശ്രമം നടത്തുക. പിന്നെ അതുപോലെ പൈസ സാമ്പത്തിക സംഗതി പറഞ്ഞു. പിന്നെ അത് ഫീ വാങ്ങാവുന്നതാണ്, സൗജന്യമായിട്ട് ചെയ്യാം. ഫീ വാങ്ങിയതുകൊണ്ട് സേവനമാകാതിരിക്കുന്നില്ല. പക്ഷെ പൈസ ഇല്ലാത്തതിന്റെ പേരിൽ ഡോറടിച്ച. പിന്നെ സാമ്പത്തികം ഇല്ലാത്തതിന്റെ പേര് ചികിത്സിക്കാതിരിക്കരുത്. അവനോട് സെക്കൻഡ് ഗ്രേഡ് ആയിട്ട് കാണുകയും ചെയ്യരുത്. പൈസ ഇല്ലാതിരിക്കുന്നു, 100 രൂപയും തരാൻ പറഞ്ഞിട്ടാണോ? ഇന്നലെ അവന് മറ്റേന്ന് 3000 രൂപ സാരി എടുക്കാൻ പൈസ ഉണ്ടായിരുന്നു അല്ലേ? ഇവിടെ മക്കൾക്ക് വലിയ സംഗതിമായി കൊടുക്കാനുള്ള പൈസ ഉണ്ടായിരുന്നു. ഇവൻ ഇപ്പോൾ 100 രൂപ നമുക്ക് തരാനില്ല, ഇവൻ അത് കടം പറയുക എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ആ അതിൽ കാണണ്ട. ഒന്നാണെങ്കിൽ ഫീ ഇല്ലെങ്കിൽ ചെയ്ത് കൊടുക്കണ്ട. ചെയ്ത് കൊടുക്കുമ്പോൾ അയാൾ മോശമായി കാണുകയോ ഒന്നും ചെയ്യാൻ പാടില്ല. അതൊക്കെ ഒരു നെഗറ്റീവ് തോട്ട്സ് ആണ്. നമ്മൾ അങ്ങനെ തന്നെ ഒരു പേഷ്യൻസിന് അതുകൊണ്ട് പ്രയോജനമൊന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് എപ്പോഴും ഏതൊരു പേഷ്യൻസ് ആണെങ്കിലും നമുക്ക് ചെയ്യാനുള്ളത് അനുഗ്രഹമാണ്. ഒരു രോഗിയെ ശിഫയാക്കാൻ ഒരു കാരണക്കാരനായിക്കൊണ്ട് ഒരു വൈദ്യനായിട്ട് നമ്മളെ പഠിച്ചോ സെലക്ട് ചെയ്താണ്. ഈ രോഗി ഇനിയാണ് ചികിത്സിക്കണമെന്ന് റബ്ബ് തീരുമാനിക്കുകയാണ്. അല്ലെങ്കിൽ പഠിച്ചോന്റെ തീരുമാനമാണ്, പ്രകൃതിയുടെ നിയമമാണ്. അതുകൊണ്ടാണ് നമ്മുടെ അടുത്തേക്ക് വന്നെത്തിയതെന്ന് മനസ്സിലാക്കിക്കൊണ്ട് നല്ല രീതിയിൽ ചികിത്സിക്കുക. അതുപോലെ ഒരു ദാനധർമ്മം ചെയ്യുക. ഇതൊക്കെ സുന്നത്തിൽപ്പെട്ട സംഗതിയാണ് കേട്ടോ. അതുപോലെ ഇതൊക്കെ ചെയ്ത് കിട്ടുന്ന പൈസയിൽ അല്പം ഒന്ന് സംഭാവന ചെയ്യാനുള്ള മനസ്സുകളൊക്കെ നമ്മൾ കാണിക്കണം. ഇതെല്ലാം നമുക്ക് തന്നെ സ്വന്തമാണെന്നുള്ളൊരു ധാരണയിലൊന്നും ചെയ്യരുത്. മനസ്സിലായില്ലേ? നമ്മൾ ഒരു ചികിത്സ അക്യുപഞ്ചറാണെങ്കിലും സാറേ അങ്ങനല്ലേ, ഒരു 30% വരെയൊക്കെ 3-1 ഒക്കെ മറ്റുള്ളവർക്ക് കൊടുക്കാനാണ് പറയുന്നത്. പ്രകൃതിയുടെ നിയമം അനുസരിച്ച് നമ്മുടെ എല്ലാ അക്യുപഞ്ചർ സ്ഥാപനങ്ങളിലെയും കീഴിലുള്ള ചാരിറ്റി സ്ഥാപനങ്ങളൊക്കെ ഉണ്ട് അല്ലെ? അതുപോലുള്ള കൗൺസിലിംഗ് അതുപോലെ സ്ഥാപനങ്ങൾക്ക് എല്ലാം ഒരു ചാരിറ്റിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള അല്ലെ സർക്കാർ നിയമമാണ്. 3% ചാരിറ്റിയിലെ വലിയ വലിയ കമ്പനികൾക്ക് പോലും 3% ചാരിറ്റി വേണം. നമ്മൾ യൂസഫലി കൊടുക്കുമ്പോൾ നമ്മളെ ഞെട്ടും. യൂസഫലി 10 ലക്ഷം കൊടുത്തു, 20 ലക്ഷം കൊടുത്തു, അതൊന്നല്ല കൊടുക്കണം. അതിലേക്ക് മുകളിൽ കൊടുക്കാനുള്ള അയാളുടെ കണക്കനുസരിച്ച് അതിന് മുകളിൽ കൊടുക്കണം. ഇതൊക്കെ അത് വേറെ, അത് പെടുത്തിക്കൊണ്ട് വേണമെങ്കിൽ കൊടുക്കാൻ പ്രശ്നമൊന്നുമില്ല. ചാരിറ്റി കൊടുക്കും നമ്മുടെ ഉണ്ട്. യൂസഫലി ഭയങ്കര കൊടുക്കും. യൂസഫലി കൊടുക്കും നല്ല മനുഷ്യനാണ്, അതിന് നല്ല ഇറച്ച നമ്മുടെ യൂസഫലി മോശം പറഞ്ഞു. അതുകൊണ്ട് എൻ്റെ അയൽവാസിയാണ് യൂസഫലി. പിന്നെ വെള്ളപ്പൂമ്പുടി എൻ്റെ അണ്ണാ ശരിയായി തരാം ഒന്നും വിളിക്കണ്ട. പിന്നെ അപ്പൊ അങ്ങനെ ആ അർത്ഥത്തില് അതിനെ ഒരു പോസിറ്റീവ് തന്നെയാണ്. ഓരോ കമ്പനികളും ചെയ്യേണ്ടതാണ്. വലിയ വലിയ പണമുള്ള സ്ഥാപനങ്ങളൊക്കെ സർക്കാർ നിയമം അനുസരിച്ച് ചാരിറ്റി ചെയ്യണം. പക്ഷെ ഞാൻ ചാരിറ്റി പ്രവർത്തകനാണ്, ഒരു ട്രസ്റ്റിന്റെ സെക്രട്ടറിയാണ്, അതുകൊണ്ട് അറിയാവുന്നതാണ് പറയുന്നത്. പക്ഷെ ഇവരൊക്കെ കള്ളക്കണക്ക് ഉണ്ടാക്കിയിട്ട് ഇന്ന് ചെയ്തു ഒരാളെ സ്വീകരിച്ചതിന്റെ ബില്ല് ഉണ്ടാക്കി ഇവർ ചെയ്യും. അതിന് ആർക്കെങ്കിലും എന്തെങ്കിലും കൊടുത്ത് ഒപ്പിക്കും, എന്നാലും കൊടുക്കുന്നില്ല. പക്ഷെ കൊടുക്കണം എന്നുള്ള ചികിത്സയുടെ ഭാഗമായിട്ടും നമ്മൾ പിന്നെ കൊടുക്കണം. അപ്പൊ ഇതൊക്കെയാണ് ബേസ്. ചിലപ്പം ഹിജാമ പഠിച്ചു അല്ലെ? ബ്ലേഡ് എടുക്കുക, കവളത്തിൽ കിടത്തിട്ട് കട്ടിച്ചാൽ ഹിജാമ കൊടുത്തായി. ഇത്രയോട് സംഭവത്തേ ഉള്ളൂ. പക്ഷെ കുറച്ചുകൂടെ അധിക പഠനത്തിനും കാര്യങ്ങൾ മനസ്സിലാക്കുമ്പോഴും ഒരു രോഗി കമന്ന് കിടക്കുമ്പോൾ ഇയാൾക്ക് എന്താണ് പ്രശ്നം നമ്മൾ മനസ്സിലാക്കുന്ന അവസ്ഥയിലേക്ക് നമ്മൾ ഉയരണം. ഈ സിസ്റ്റത്തിൽ തന്നെ, അതായത് അതൊക്കെ മറ്റു ചികിത്സയായിട്ട് മിക്സ് ചെയ്യേണ്ട. ഈ ഒരു സിസ്റ്റം അനുസരിച്ച് തന്നെ ഒരാള് കമന്ന് കിടന്നാൽ അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് കൈ ഓടിക്കുമ്പോൾ അല്ലെങ്കിൽ കപ്പ് വെച്ചിട്ട് ജസ്റ്റ് ഒരു മസാജ് ചെയ്ത് കൊടുക്കുമ്പോൾ, ഒരു കപ്പ് വെച്ചിട്ട് താഴത്തേക്ക് മസാജ് കൊടുക്കുമ്പോൾ ആ പോയിന്റ്സ് നമുക്ക് ബോധ്യപ്പെടുന്നിടത്തേക്ക് ഉയരുമ്പോഴാണ് യഥാർത്ഥത്തിൽ ഒരു തെറാപ്പിസ്റ്റ് ആവുന്നത്, കപ്പിംഗ് തെറാപ്പിസ്റ്റ് ആവുന്നത്.
അതങ്ങനെയാണ്. ഇപ്പൊ എന്തൊക്കെയാണ് പഠിച്ചു? ആർക്കൊക്കെയാണ് ആവശ്യകത അല്ലെ, അതിന്റെ പ്രയോജനങ്ങള്, പിന്നെ കുറയാവുന്ന രോഗങ്ങൾ നമ്മൾ പറഞ്ഞില്ല, എല്ലാ രോഗത്തിനും കുറയും. പ്രവാചകൻ പറഞ്ഞത് പിന്നെ രോഗങ്ങൾക്ക് ചികിത്സ ഉണ്ടെങ്കിൽ അതിനുണ്ട്, ഹിജാമയിലുണ്ട് എന്നാണ് ഹദീസ്. ആ ബുക്കിൽ ഒരുപാട് ഹദീസുകളുണ്ട്, അത് നിങ്ങൾ വായിക്കാവുന്നതാണ്, പ്രവാചകവചനങ്ങൾ അതുമായി ബന്ധപ്പെട്ട്. അപ്പോൾ നല്ല ദിവസങ്ങള്, പിന്നെ ചെയ്യേണ്ട ഭാഗങ്ങള്, ചെയ്യേണ്ടാത്ത ആൾക്കാര്, പാടില്ലാത്ത സമയം അല്ലെ, ഒഴിവാക്കേണ്ട അവസ്ഥ, ഇതൊക്കെ നമ്മൾ പറഞ്ഞു. പ്രതിഫലം, ഇത്രയൊക്കെ പഠിപ്പിച്ച ചികിത്സാ മുറ തന്നെ വേറെ ഇല്ലെന്ന് മനസ്സിലാക്കണം. മനസ്സിലായില്ലേ? ആരെ ചികിത്സിക്കണം, എങ്ങനെ ചികിത്സിക്കണം, എപ്പോൾ ചികിത്സിക്കരുത്, എങ്ങനെയൊക്കെ ചെയ്യാവൂ, ചെയ്യരുതാത്തത്, എത്ര ഫീസ് വാങ്ങണം, അല്ലെങ്കിൽ അത് എങ്ങനെ ഉപയോഗപ്പെടുത്തണം എന്നൊക്കെ പഠിപ്പിക്കുന്ന ഒരു ചികിത്സാ തെറാപ്പി തന്നെ കൃത്യമായി ഗുരുനാഥൻ എന്ന് പറയുന്ന ചികിത്സയിൽ മാത്രമാണ് അതുള്ളത്. ആരോഗ്യവും പഠിപ്പിച്ചാണെങ്കിൽ ഇത്തരം സിസ്റ്റം ചിലപ്പോൾ ഉണ്ടാകാൻ സാധ്യതയില്ല, അല്ലെങ്കിൽ അതിൽ മാറ്റങ്ങൾ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഹിജാമയിലാണ് ഇതുള്ളത്. ബേസ് എന്ന് പറയുന്നത് എപ്പോഴും ഹിജാമയാണ്. നമ്മൾ ഹിജാമാന്ന് ബോർഡ് വെച്ചാൽ ചിലപ്പോൾ പ്രശ്നമാകും. സാറ് എന്നോട് ഹിജാമാന്ന് വയ്ക്കുക, അതല്ലേ കുറച്ചുകൂടി ബെറ്റർ എന്ന്. പക്ഷെ അത് അല്ലാതെ അദ്ദേഹം പോസിറ്റീവ് പറഞ്ഞത്, പക്ഷേ ഹിജാമ എന്നുള്ള പദം ഉപയോഗിക്കാൻ ചൈനീസ് കപ്പിംഗ് അക്യുപഞ്ചറിസ്റ്റുകൾക്ക് അനുവാദമില്ല. കപ്പിംഗ് തെറാപ്പി എന്ന് തന്നെയാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. അതങ്ങനെ പറയുകയും ചെയ്യാവുള്ളൂ. ഞാൻ കപ്പിംഗ് ചെയ്യുന്നു. അതുപോലെ വെറ്റ് കപ്പ് ചെയ്തതിന്റെ ഫോട്ടോ ഒന്നും നമ്മുടെ സ്റ്റാറ്റസ് ആയിട്ട് ഇടരുത്. ബ്ലഡ് എടുത്തതിന് ശേഷമുള്ള ഫോട്ടോസ് സ്റ്റാറ്റസ് ആയിട്ട് ഇടരുത്. ഡ്രൈ കപ്പ് വെച്ചാൽ സ്റ്റാറ്റസ് ഒക്കെ എടുത്തിട്ടോ, ഇപ്പൊ എല്ലാം സ്റ്റാറ്റസിന്റെ കാലമല്ലേ, ചെയ്ത് കൊടുത്തിട്ടോ പേഷ്യൻസിനൊക്കെ അവർക്ക് ഷെയർ കൊടുക്കുമ്പോഴും പരമാവധി ബ്ലഡ് ഇല്ലാത്ത കപ്പിന്റെ എടുത്ത് കൊടുക്കുക. കാരണം ഫേസ്ബുക്കിലൊക്കെ പോസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മളെ തേടി ആൾക്കാർ, വീണ്ടും ചെയ്യാനുള്ള ആൾക്കാരായിരിക്കും വരുന്നത്. അക്കൂട്ടത്തിൽ ചെയ്യാൻ ഇഷ്ടമില്ലാത്ത ആൾക്കാർ നമ്മൾ തേടി വരാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അതൊന്ന് ശ്രദ്ധിക്കണം. ഇതൊക്കെയാണ്. പക്ഷെ അങ്ങനെയാണെങ്കിൽ നമുക്ക് ചുരുങ്ങിയ വാക്കുകളാണ് വിശദീകരിച്ചിട്ടുള്ളത്. എന്തെങ്കിലും സംശയങ്ങളൊക്കെ ചോദിക്കും, പൊതുവിൽ പറയേണ്ടതാണ്. കാരണം അങ്ങോട്ട് ഇറങ്ങി കഴിഞ്ഞാൽ പിന്നെ ശ്രദ്ധിക്കത്തില്ല, അതൊരു വിലയെന്ന് പോകുള്ളൂ. എന്തെങ്കിലും തോന്നുന്ന സംശയമുണ്ടോ ചോദിച്ചോ. വിശദീകരിക്കാൻ ഒരുപാടുണ്ട്, നമ്മൾ ചുരുക്കിയാണ് പറഞ്ഞിട്ടുള്ളത്. 1 മണിക്കൂർ കഷ്ടിച്ചാണ് എടുത്തത്. എറണാകുളത്ത് പങ്കെടുത്തിട്ടുണ്ടാവും, നമ്മളടുത്ത് പുറകിൽ ലീവുണ്ട്. ഒരു ദിവസം കൊണ്ട് തന്നെ പറഞ്ഞ് തീർന്നില്ല അല്ലെ. വൈകുന്നേരം 6 മണിയായപ്പോൾ തീർത്തിട്ട് പോവുകയായിരുന്നു. രാവിലെ 10 മണിക്ക് തുടങ്ങിയിട്ട് വൈകുന്നേരം 6 മണിയായപ്പോ ചവിട്ടിയിട്ട് തീർത്തിട്ട് പോവുകയായിരുന്നു. എല്ലാവരും ഓടേണ്ടതുണ്ട്. എന്നാ പൊക്കോട്ടെ ഇങ്ങനെ നിന്നിട്ടാണ് ലീവിനൊക്കെ ഓടിയത്. പിന്നെ വെറ്റ് കപ്പിങ് വേണമെങ്കിൽ ജസ്റ്റ് പെന്നൊക്കെ ഉപയോഗിച്ച് ചെയ്ത് നോക്കുക ഒരിടത്ത്. കൂടുതൽ ഇതൊക്കെ ഉള്ള ഉപയോഗിക്കുന്നവർക്കാണ് ബ്ലഡൊക്കെ കൂടുതൽ വരുന്നത്. ഹാർട്ടിന്റെ പോയിന്റും ചെയ്യാതിരിക്കുക. ഫയർ പോയിന്റ്സ് ഒക്കെ ചെയ്യുമ്പോൾ ചിലപ്പോൾ ആ പോയിന്റിനെ പ്രതിനിധീകരിച്ചാണ് മരുന്ന് കൂടുതൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ചിലപ്പോൾ കൂടുതൽ ബ്ലഡ് എടുക്കാനും പിടിച്ചു നിർത്താൻ എനിക്കത് പിന്നെ സ്ഥലപ്പോൾ നമുക്ക് ചെയ്യുന്ന ആൾക്ക് എല്ലാവർക്കും അയാളെടുത്തുള്ള നാട്ടുകാരും പിന്നെ മുഴുവൻ നാട്ടിലെ പാട്ടും പിന്നെ പത്രവാർത്തയും മറ്റുള്ളവരുടെ സ്റ്റാറ്റസ് ഒക്കെ ആയി വരാനുള്ള സാധ്യത. ആക്സിഡന്റ് ആയപ്പോൾ സ്റ്റാറ്റസ് ആണല്ലോ. ആക്സിഡന്റ് അറിയാൻ മറ്റു സ്റ്റാറ്റസ് എടുത്തിട്ട് വിറ്റാന്ന് ഞാൻ സാക്ഷിയായിരുന്നു. അതെ, വണ്ടിക്കടിയിൽ ആൾ കിടക്കുമ്പോൾ വണ്ടിയും കയറിയിട്ട് എടുത്തിട്ടാണ് വലിച്ചു പോക്കാനുള്ള ശ്രമമല്ലല്ലോ നടത്തുന്നത്. അപ്പോൾ എല്ലാവരും നെഗറ്റീവ് കാലഘട്ടത്തിലൂടെയാണ്. നെഗറ്റീവ് പോസിറ്റീവ് വിഷയങ്ങൾ പക്ഷെ നടത്തുന്നില്ല. അത് കുറച്ചുകൂടെ വിവിധതരം കപ്പിങ്ങുകളുണ്ടെന്ന് നമ്മൾ പറഞ്ഞു. ഹിജാമയുണ്ട്, കപ്പിംഗ് തെറാപ്പി ഉണ്ട്, പിന്നെ അല്ലെ പല അർത്ഥത്തിനോട് പറഞ്ഞു. അദ്ദേഹം ചോദിച്ചത് ഹിജാമയും കപ്പിംഗ് തെറാപ്പിയും വേർതിരിക്കുന്ന ഘടകമാണ് ചോദിച്ചത്. പ്രധാനമായിട്ട് നടക്കുന്ന ഘടകത്തിലാണ് സംസാരിച്ചത്. ഹിജാമ കൂടുതൽ അവയവങ്ങളെ ബേസ് ചെയ്ത് ചെയ്യുന്ന ഒരു ചികിത്സയാണ് അല്ലേ സാറേ. അവയവങ്ങൾ ഓർഗൻസിനെ ബേസ് ചെയ്തിട്ടാണ് ഹിജാമ മുന്നോട്ട് പോകുന്നത്. തലയിലെ പ്രശ്നങ്ങൾ തലയിൽ ചെയ്യാം. ഒരാൾക്ക് മാരകമായ തലവേദന എപ്പോഴും സൈനസൈറ്റിസ്, പിന്നെ അല്ലെങ്കിൽ വേറെ എന്താണ് തലവേദന ഉള്ളത്, മൈഗ്രെയിൻ, പിന്നെ ഈ വിലക്കി മാറ്റുന്ന ചികിത്സ എന്താണ് ചെന്നിക്കുത്ത്, പിന്നെ ഈ മറ്റെന്തോ തലവേദനകളൊക്കെ ഉണ്ട്, തലകറക്കം. പിന്നെ ഈ ചില പഴയ ഉപമാനൊക്കെ വിലക്കുന്ന ഒരു തലവേദന ഉണ്ട് നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ട് സാധനം. ചില വാക്യങ്ങൾ പറഞ്ഞുകൊണ്ട് തലവേദനയെ വിലക്കുന്നതിൽ അവര് ഈ ഒരു മന്ത്രവാദ സ്റ്റൈലിലാണ്. ഇന്നിപ്പോ ഹീലറുടെ മന്ത്രവാദി എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട്. ഇത് മാത്രമല്ല എനർജി ബേസ്ഡ് ട്രീറ്റ്മെന്റ് ആണ്. ഈ രാവിലെയൊക്കെ ഉണ്ടാവും തലവേദന, അതിന്റെ വേദന എനിക്ക് കിട്ടുന്നില്ല. അപ്പൊ അങ്ങനെയൊക്കെ ഉള്ളതിന് തലയിൽ മുടി പഠിച്ചിട്ട് ഹിജാമ ചെയ്യാം.
പക്ഷേ യഥാർത്ഥ അക്യൂപഞ്ചറിസ്റ്റിലേക്കോ അല്ല ആ ലെവലിലേക്ക് പഠിക്കുമ്പോൾ നമുക്ക് എന്ത് മനസ്സിലാവും? തലയ്ക്ക് രോഗങ്ങൾ കുറവാണ്. ഒരു മദ്യപിക്കുന്ന മനുഷ്യൻ, അയാൾക്ക് എവിടെയാണ് മദ്യം ചെല്ലുന്നത്? വയറ്റില് അല്ലേ? തെറ്റിക്കോട്ടെ, അതൊന്നും വിഷയമില്ല. പ്രശ്നം എവിടെയാണ് ബാധിക്കുന്നത്? തലയിലാണ് അല്ലെ? എന്ത് സംഭവിക്കും? മദ്യപിച്ചാല് വരെ മദ്യപിക്കാതെ അറിയില്ല. പോട്ടെ, ബാലൻസ് തെറ്റും, ഈ ബാലൻസ് ഒക്കെ തെറ്റും. അപ്പൊ നമ്മള് സാധാരണ ബാലൻസ് തെറ്റും നമ്മൾ എവിടെയാണ് മരുന്ന് കഴിക്കുന്നത്? ചെവിയുടെ കുരുക്കൾ ബാലൻസ് അല്ലാത്തതുകൊണ്ടാണ് നമ്മൾ സാധാരണ ബാലൻസ് തെറ്റിയ ആൾക്കാർക്കും ചികിത്സിക്കുന്നത്. സത്യത്തില് അവിടെയാണോ ബാധിക്കുന്നത്? ഏതവയവാണ് പോകുന്നത്? അല്ല, ലിവറാണ്. അപ്പൊ തന്നെ നമുക്ക് മനസ്സിലാക്കാം, ലിവറിന്റെ ഫംഗ്ഷൻ കൊണ്ടാണ് അക്യുപഞ്ചർ ട്രീറ്റ്മെന്റ് വെച്ചിട്ടാണെങ്കിലും ലിവറിന്റെ അല്ല വുഡ് എലമെന്റിന്റെ പ്രശ്നമാണല്ലേ നമ്മൾ കോപ്പി അടിച്ച് എഴുതിയപ്പം ചെയ്തപ്പോഴും. പിന്നെ ഇങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്. ഇങ്ങനെ മനസ്സിലാക്കുമ്പോൾ ഒരു പോയിന്റ്സ് നമുക്ക് അഡീഷണൽ കിട്ടിയില്ല. മദ്യപിക്കുന്ന വിഷയത്തിൽ നമുക്ക് പറയുമ്പോഴും കിട്ടുന്ന സാധനമാണത്. അപ്പോ തലയ്ക്കല്ല ചികിത്സിക്കേണ്ടത്, പക്ഷെ ഒരു ഹിജാമയുടെ ഇതനുസരിച്ച് തലയിൽ ചികിത്സിക്കാം. അതും ശരിയാണ്. എങ്ങനെ? ഹിജാമയുടെ ലെവലിൽ ചെയ്യാം, കുറയും. കാരണം നമ്മള് പിന്നെ ഒരാളെ ചൂണ്ടിയെടുക്കുന്നത് എങ്ങനെയാണ്? ഭയപ്പെടുത്താൻ വേണ്ടി ഒരാളെ ചൂണ്ടിയെടുക്കുന്നത് എങ്ങനെയാണ്? ഇങ്ങനെയാണോ? ഇങ്ങനെയാണോ? അതായത് എങ്ങനെ കാണിച്ചാൽ എന്താണ്? പേടിക്കുവോ? പേടിക്കുന്നത് ഇങ്ങനെ കാണിച്ചാലോ? മൂത്രവെച്ചിട്ടുണ്ടാകുന്ന ചിലപ്പം അല്ല 1 മിനിറ്റ് ഒന്നായിരിക്കും ഇല്ലേ? ചിരിക്കുന്നേ, ചിരിയൊക്കെ കാശ്മീർ കിട്ടുന്നത് ഫ്രീ ആയിട്ട് കിട്ടുന്ന സാധനം വലിയ കോമഡി എന്ന് പറയാൻ എനിക്കറിയില്ല. പക്ഷെ നമ്മൾ ഇങ്ങനെ ചൂണ്ടിയിട്ട് 1 മിനിറ്റ് നമ്മൾ ആരും പറയാറുണ്ടോ? ഇത് ചൂണ്ടിയാൽ തന്നെ ആൾക്കാർ എന്താ പറയും? വെള്ളം മടക്കി വിടാം അല്ലേ? ഉമ്മക്കെതിരാണ് വെള്ളം കൊണ്ടുന്നത്. നമ്മൾ ഇങ്ങനെ കാണിച്ചാൽ അമ്മയോട് ഒരു കുഴപ്പമില്ലല്ലോ. ഇങ്ങനെ 2 വർഷം കാണിച്ചാലോ? അപ്പൊ അത് എന്താണ്? റിലേറ്റഡ് ആണ്. എന്ത്? പണ്ട് മുതലേ വന്നു. ഇല്ലെങ്കിൽ നമുക്ക് ഒരാളെ മുട്ടിന്റെ കണ്ണിന്റെ വില കൂടിയാ എന്ത് തോന്നും? ആ സമയം ഇങ്ങനെ കൂട്ടിയാ തോന്നുമോ? ഇങ്ങനെ അതൊരു അഭിസംബോധന സ്റ്റൈലാണ് എന്ന് പറയുന്നത് പോലെ. വിഷയത്തിൽ പോയതല്ല, പറഞ്ഞു വരുമ്പോ എന്താ പറയാ, പറഞ്ഞാൽ ഒരുപാട് പറഞ്ഞു പോകും. അപ്പൊ സ്വാഭാവികമായിട്ട് ഈ വിരൽ ചൂണ്ടുമ്പോ അതൊരു കൽപ്പനയോ അല്ലെങ്കിൽ ഭയപ്പെടുത്തലോ ഒക്കെ ആയി വരുന്നു. നമുക്ക് ചൂണ്ടുമ്പോൾ തന്നെ നമ്മുടെ മുഖവും സ്വാഭാവികമായിട്ട് തമാശപരമാണെങ്കിലും ഒരു വരും. ചുമ്മാ മക്കളെ പേടിപ്പിക്കാൻ വേണ്ടി ഈ ശരീരം പേടിപ്പിക്കാൻ പറ്റില്ല, പിന്നെ വിരലോട് മാത്രമാണ് പേടിച്ചെടുക്കുന്നത്. പിന്നെ അപ്പൊ ഈ ചൂണ്ടുന്നത് ഇതുപോലെ തന്നെ. അപ്പൊ നമ്മുടെ തലയിലത്തെ ആ കൺട്രോൾ, ആ ഒരു തോട്ടുകൂടെയാണ് നമ്മുടെ വിരലിലൂടെ നമ്മൾ പ്രയോഗിക്കുന്നത്. അതുകൊണ്ടാണ് ആൾക്കാർ പേടിക്കുന്നത്. ഇങ്ങനെയൊക്കെ പറഞ്ഞ് പേടിപ്പിക്കാൻ പോയാല് പേടിക്കത്തില്ല. അപ്പൊ ഇങ്ങനെ വിളിച്ചാൽ സ്വാഭാവികമായിട്ട് നമുക്കാണെങ്കിലും ഒരു പയ്യൻ കാണിച്ചാൽ നമ്മൾ അറച്ചത് പുറകോട്ട് പോകില്ലേ? അപ്പൊ എന്ത് ചെയ്യാം? വേണമെങ്കിൽ നമുക്ക് തലയുടെ ചികിത്സയ്ക്ക് എവിടെ ചെയ്യാം? എന്റെ ഒരു അഭിപ്രായം കേട്ടോ. ഞാൻ അത് അക്യുപഞ്ചറോടൊന്നും വന്നില്ല, എനിക്ക് വരുമ്പോൾ തോന്നിയിട്ടുള്ള സ്വന്തം ഫീലിംഗ്സ് ആണ്. ശരിയാണ് സാറേ. നമുക്ക് വേണമെങ്കിൽ തലയിൽ ചികിത്സിക്കുന്ന കാലം ഈ ഒരു വിരലിലെ മനുഷ്യനായിട്ട് കണ്ടുകൊണ്ട് ഈ തലയിൽ ചികിത്സിച്ചാലും അയാളുടെ തോട്ടുകളെയും നമുക്ക് വേണമെങ്കിൽ ട്രീറ്റ് ചെയ്യാമെന്നാണ് എന്റെ ഒരു സ്വന്തമായ ഒരു തോന്നലാണ്. എന്ന് പറയുന്നത് പോലെ ഈ ഹിജാമയുടെ ഇതനുസരിച്ചും അയാളുടെ ചില പ്രശ്നങ്ങൾക്ക് തലയിൽ സിഗ്നൽ കൊടുത്തുകൊണ്ട് അല്ലെങ്കിൽ ചികിത്സിച്ചുകൊണ്ടും അയാളുടെ പ്രശ്നങ്ങളെ കൺട്രോൾ ചെയ്യാൻ സാധിക്കും. ഏകദേശം മനസ്സിലായി എന്തെങ്കിലും പറഞ്ഞത്? കുറച്ചുകൂടി പറയുമ്പോൾ പുതിയതായിട്ട് വന്ന സ്റ്റുഡൻസിന് വളർച്ച ഇത്രയൊക്കെയാണ്. ഇതെല്ലാം ആണോ? എന്താണ് സംഭവം എന്ന് ഓർക്കേണ്ട. വളരെ സിമ്പിൾ ആണ്. ചോദിച്ചിട്ട് മറുപടി നല്ലതാണ്. അപ്പൊ തലയിൽ ചെയ്യാം, കൈവേദനയ്ക്ക് കയ്യിൽ ചെയ്യാം, മുട്ടിന്റെ പുറകിൽ ചെയ്യാം, പാദത്തിൽ ചെയ്യാം. അതിനൊക്കെയാണ് ചെറിയ പറക്കിയിരിക്കുന്നത്. ഈ ജോയിൻസിനൊക്കെ നമുക്ക് ചെയ്യാവുന്ന രീതിയിലാണ്. ഈ കപ്പ് തലയുടെ പുറകിൽ ചെയ്യാം അല്ലെ? പിന്നെ ഫേസിൽ ചെയ്യാം. മുഖത്തെ സൗന്ദര്യം ഉണ്ടാക്കാം. അല്ലെ? സൗന്ദര്യം ഉണ്ടാക്കാൻ മുഖത്ത് ചെയ്യാം. ഫേഷ്യൽ കപ്പ്, ഡ്രൈ കപ്പ്, മറ്റേ റബ്ബർ കപ്പ്, ഒരുപാട് ഫേഷ്യലൊക്കെ ചെയ്യാൻ സൗന്ദര്യം കൂട്ടാനുള്ള കപ്പിങ്ങളൊക്കെ ഉണ്ട്. ഈ അർത്ഥത്തിൽ ഹിജാമയില് നമുക്ക് അവയവം ബേസ് ചെയ്തിട്ട് ചെയ്യാം. അതിന് ഞാൻ പറഞ്ഞ പോയിന്റ്സിലോ അല്ലെങ്കിൽ അല്പം മാറ്റി ഡിസ്റ്റൻസിലോ ഇല്ലെങ്കിൽ കുറെ അപ്പുറത്തേക്ക് മറ്റു വൈദ്യം തീരുമാനിക്കുകയാണ്. ഇവിടുത്തെ പ്രശ്നത്തിൽ ഞാൻ അവിടെ ചെയ്യുന്നു, കുറയും, അതാണ് വൈദ്യം. അതും അവിടെ സംഭവിക്കും. പിന്നെ അക്യൂപഞ്ചർ സിസ്റ്റം അനുസരിച്ച് അല്ലെങ്കിൽ കപ്പിങ്ങിന്റെ സിസ്റ്റം അനുസരിച്ച് 5 എലമെന്റ് സിസ്റ്റം അനുസരിച്ച് ഇപ്പൊ നമ്മൾ ആ പിക്ചറിൽ കാണിച്ച 5 എലമെന്റ് ബാലൻസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. മുകളിൽ ലെങ്സ് ഇരിക്കുന്നത് കൊണ്ട് എയർ എലമെന്റിനെ കൺട്രോൾ ചെയ്യുന്നത് ലെങ് ആയതുകൊണ്ട് നമ്മൾ ലെങ്ങിന്റെ പുറത്ത് ആ ഒരു ഉറപ്പ് തന്നെ ചെയ്യുന്നു. എല്ലാവരും ഉറപ്പാണ്, വൈദ്യന്റെ ഉറപ്പാണ്. പിന്നെ ഫയറിനെ കൺട്രോൾ ചെയ്യാൻ ഹാർട്ട് അതിന്റെ കൺട്രോൾ സിസ്റ്റം ആയതുകൊണ്ട് നമ്മൾ ഹാർട്ടിന്റെ ആ ബാക്ക് സൈഡിൽ നമ്മൾ ചെയ്യുന്നു. ലിവറിന്റെ പുറത്ത് വുഡിനെ ബാലൻസ് ചെയ്യുന്നു. സ്റ്റൊമക്ക് ആൻഡ് സ്പ്ലീനിന്റെ പുറത്ത് പിന്നെ എർത്തിനെ ബാലൻസ് ചെയ്യുന്നു. പിന്നെ കിഡ്നി അല്ലെങ്കിൽ യൂറിനറി ബ്ലാഡർ വിളിക്കുന്ന ഏറ്റവും അടിഭാഗത്ത് നമ്മൾ പിന്നെ അതിന്റെ പ്രശ്നങ്ങൾക്ക് ബാലൻസ് ചെയ്യുന്നു. പിന്നെ അങ്ങനെയാണ് ഇതിന്റെ സിസ്റ്റം. പിന്നെ എത്ര മിനിറ്റ് ചെയ്യാം? ഒരുപാട് പറയാമെന്ന് പറഞ്ഞതാ. ഡ്രൈ ആയിട്ടുള്ള കപ്പ് തന്നെ ഫസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഡ്രൈ ആയിട്ടുള്ള കപ്പ് തന്നെ
വലിയ മലയാള ഒരു സമയമുണ്ട്. തിരക്കാർക്കെല്ലാം ഉണ്ടെങ്കിൽ പോകണമെങ്കിൽ പോവാം. പിന്നെ എക്സാം ഏതായാലും 5 മണിക്ക് അല്ലേ ശേഷം ചെയ്യാം. പിന്നെ ഡ്രൈ ഫസ്റ്റ് നമ്മൾ ചെയ്യുന്നത് ഡ്രൈ കപ്പാണ്. ഒരു പിന്നെ ചികിത്സിക്കുന്നതിന് ഫസ്റ്റ് ഘട്ടമാണ് ചെയ്യുന്നത്. ആദ്യം ഡ്രൈ ആയിട്ടുള്ള കപ്പ് ഒരു 5 മിനിറ്റ് മുതൽ 3 മിനിറ്റ് മുതൽ 8 മിനിറ്റ് വരെ കണക്കുണ്ട്. 5 മിനിറ്റ് 6 മിനിറ്റ് ഒക്കെ ടൈം നമുക്ക് വെച്ചാൽ മതി. മാക്സിമം 10 മിനിറ്റ് വെറുതെ വയ്ക്കുക. അപ്പൊ അവിടെ ആ ഒഴിഞ്ഞ സ്ഥലത്ത് പിന്നെ മർദ്ദം കൊടുത്തുകൊണ്ട് അവിടേക്ക് രക്തചംക്രമണം കൂടുകയും പ്രശ്നങ്ങൾ ആ സ്ഥലത്തേക്ക് കൂടുതൽ ഫോക്കസ് ചെയ്തുകൊണ്ട് വരിഞ്ഞു വരികയും ഒക്കെ ചെയ്തിട്ട് ഇരിക്കും. അതിനുശേഷം ജസ്റ്റ് ഒരു മുറിവുണ്ടാക്കിയിട്ട് മാക്സിമം 20 മിനിറ്റ് വരെയാണ് നമ്മളതിനെ രണ്ടാമത് ചെയ്യുന്നത്. ഒരു 5-10 മിനിറ്റ് കൊടുത്തേക്ക് ഒന്ന് ബ്ലഡൊക്കെ വരും. അപ്പോൾ അത് ക്ലീൻ ചെയ്ത് കൊടുത്തിട്ട് വീണ്ടും ഒന്നുകൂടെ വയ്ക്കുക. തിരക്കൊക്കെ ഇപ്പോൾ 10 പേര് നിരന്ന് കിടക്കുകയാണ്, അങ്ങനെയൊക്കെ വരും. അപ്പോൾ നമുക്ക് കറങ്ങി പോകാനേ പറ്റുള്ളൂ. ഒരിടത്ത് പെട്ടെന്ന് കപ്പ് സെറ്റ് ചെയ്ത് അടുത്ത പേരും കൂടെ ക്ലീൻ ചെയ്യാറായി. അപ്പൊ അങ്ങനെ അതൊരു സമയം ക്രമീകരണം ക്യാമ്പ് എടുക്കുമ്പോൾ നമ്മൾ അങ്ങനെ വെച്ചിരുന്നത് 10-20 പേരൊക്കെ ചിലപ്പോൾ കട്ടില് വാടക എടുത്തിട്ട് മേശ വാടക എടുത്ത് നിരത്തി കിടത്തി ചെയ്യും. ഒരല്പം പരിമിതി ഉണ്ടാവും. അല്ലാത്ത സ്ഥലത്തൊക്കെ നമുക്ക് പിന്നെ എന്നാൽ അവർക്ക് ഫീൽ ചെയ്യുകയും ചെയ്യരുത്, കിടക്കുന്ന പേഷ്യൻസിന് ഫീൽ ചെയ്യരുത്. ഒരു സമയം നമ്മൾ നാളെ വരുമ്പോൾ ആൾക്കാർ കൂടുതൽ വന്ന് കിടക്കും. അപ്പൊ അന്ന് ചെയ്തതിന് സുഖം നിന്ന് കിട്ടുന്നില്ല എന്നൊക്കെ ഫീൽ ചെയ്യാത്ത രീതിയിൽ വേണം ഐഡിയ പൂർവ്വമാണ് ഈ സംഗതി കൈകാര്യം ചെയ്യാൻ. ഓക്കെ അല്ലേ? വെരിക്കോസ് വെയിന് ഈ പറഞ്ഞ ഫസ്റ്റ് എന്നുള്ള ചികിത്സയാണ്. വേണമെങ്കിൽ ഇജാമയൊക്കെ മറ്റു സംഗതികൾ ഒരു മെയിൻ അല്ലാത്ത ഞരമ്പുകൾ മുറിച്ചു വിട്ടുകൊണ്ട് ആ ബ്ലഡിനെ നമുക്ക് എടുത്തു കളയാം. വേണമെങ്കിൽ ആ പോയിന്റിൽ നമുക്ക് ഹിജാമ ചെയ്യാം ബ്ലഡ് എടുത്തുകൊണ്ട്. പക്ഷേ പ്രശ്നം എന്ന് പറയുന്നത് പലപ്പോഴും വെരിക്കോസ് എന്തുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇരിക്കുന്നത്? ഞരമ്പ്, ബ്ലഡ് ഒക്കെയാണ്. ബ്ലഡ് ഏതിൽപ്പെടുന്നതാണ്? ഏതെലമെന്റാണ്? ഫയർ ഹാർട്ടിന്റെ ഒക്കെ പ്രശ്നങ്ങൾ കൊണ്ടാവും. അല്ലെ സാറേ? വെരിക്കോസ് ഹാർട്ട് അല്ലെ ഫയർ എലമെന്റ് ആണ്. അപ്പൊ ഹാർട്ടിനെ ഒരു പരിധി പവർഫുൾ ആക്കിയാൽ, ഫയർ എലമെന്റിനെ പവർഫുൾ ആക്കിയാൽ സ്വാഭാവികമായിട്ട് ശരീരം ആ സാധനം തിരിച്ചെടുത്ത്. ഇപ്പം ഒരു പ്രഗ്നന്റ് ആയ ഒരാള് കാലിന് നീര് വരുന്നു, ആ നീരൊക്കെ പോവും, പ്രസവത്തോടുകൂടി പോലെ എന്ന് പറയുന്ന പ്രശ്നങ്ങൾ എവിടെയാണോ ശരിയാവേണ്ടത് അല്ലെങ്കിൽ അവിടെ വർക്ക് പൂർത്തിയാവേണ്ടത് അത് ശരിയാകുമ്പോൾ ഇത് പൊക്കോളും. നമ്മൾ പെട്ടെന്ന് ലേസർ തെറാപ്പി എന്നൊക്കെ പറഞ്ഞിട്ട് ആ ഞരമ്പിന്റെ സ്വഭാവത്തിൽ തന്നെ ശരീരം മാലിന്യങ്ങളെ എപ്പോഴും കാലിലേക്ക് കൊണ്ടുപോയി വയ്ക്കുന്നു. നമ്മളതിനെ കാല് പൊക്കി വെച്ചിട്ട് തിരിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നു? ഹാർട്ടിലേക്ക് തന്നെ കൊണ്ടുവരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ട് ആൾക്ക് എന്ത് സംഭവിക്കുന്നു? വലിയ താമസമില്ലാതെ യാത്ര പറഞ്ഞു പോകുന്നു.